എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റിസർച്ച് അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ അവസാനത്തെ മൊഡ്യൂള് കോംപ്ലക്സ് അനാലിസിസ് അതിൻ്റെ ബേസ് ക്ലാസ് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കേണ്ടതായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ കണ്ടൻറ്റ് ക്ലാസ്സിലേക്ക് കയറുകയാണ്. അതിനുശേഷം ഡിസ്കഷൻ ക്ലാസ്, നമ്മൾ MCQ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത് ഇപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന കണ്ടൻറ്റും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യും. അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓർഡറിൽ ക്ലാസ് കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സിലബസിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. സിലബസിലേക്ക് കയറുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശ്രദ്ധിച്ചിരിക്കണേ. അനലൈറ്റിക് ഫംഗ്ഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ, സിലബസ് ഓൾറെഡി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അതിലെ അനലൈറ്റിക്കിലേക്ക് കയറുന്നതിന് മുൻപ് എന്താണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കാം, ശ്രദ്ധിക്കണേ. ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ. ഒരു കോംപ്ലക്സ് വേരിയബിളിലുള്ള ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ. A complex variable function or complex function are functions assigned complex numbers. For complex numbers, let C be the set of complex numbers. The function f such that C to C complex numbers in complex numbers like define ചെയ്യപ്പെട്ട function is a rule which associates Z belongs to C. Z എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിനെ പൊതുവേ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. നമ്മൾ ബേസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിലായിരിക്കണം. A unique W belongs to C. W is another complex number written as W is equal to f of Z. ഇവിടെ തൊട്ടാണ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്. Generally, a complex function is denoted as W is equal to f of Z. W is equal to f of Z. ഓക്കെ, ഇനി Z എന്താണ്, W എന്താണെന്നുള്ളത് ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് നമ്മൾ എഴുതുന്ന സാധനമാണ്. W എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. നമ്മൾ U പ്ലസ് IV എന്നാണ് ജനറലി ഡിനോട്ട് ചെയ്യുക. W എന്ന് പറയുന്നത് എന്താണ്? U പ്ലസ് IV. Z എന്ന് പറഞ്ഞാൽ X പ്ലസ് IY. Z എന്ന് പറഞ്ഞാൽ എന്താണ്? X പ്ലസ് IY. ഇതൊരിക്കലും തിരിഞ്ഞു പോകരുത്, ഒരിക്കലും തെറ്റിക്കരുത്. W എന്ന് പറഞ്ഞാൽ എന്താണ്? U പ്ലസ് IV. ഇനി എവിടെയൊക്കെ W കണ്ടാലും അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? കോംപ്ലക്സ് അനാലിസിസ് നിങ്ങൾ എവിടെ W കണ്ടാലും അവിടെ എന്ത് കൊടുക്കാം? U പ്ലസ് IV കൊടുക്കാം. എവിടെ Z കണ്ടാലും അതിന് പകരം എന്ത് കൊടുക്കാം? X പ്ലസ് IV കൊടുക്കാം. രണ്ടും കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. Z എന്ന് പറയുന്നത് എന്താണ്? X പ്ലസ് IY ആണ്. Z എന്ന് പറയുന്നത് X പ്ലസ് IY ആണ്. W എന്ന് പറയുന്നത് U പ്ലസ് IV ആണ്. അങ്ങനെയാണെങ്കിൽ W is equal to f of Z എന്ന് പറയുന്നതാണ് എന്ത്? ഒരു കോംപ്ലക്സ് വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ U എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷൻ ഓഫ് XY ആണ്. V എന്ന് പറയുന്നതും അനദർ ഫംഗ്ഷൻ ഓഫ് XY ആണ്. ഓക്കെ, thus U and V are the functions of X and Y. W is equal to f of Z. അതായത് U of XY plus I into V of XY. W എന്ന് പറയുന്നത് U plus IV ആണ്. അതാണ് ഫംഗ്ഷൻ ഓഫ് Z എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ U എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് X and Y ആണ്. V എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് X and Y ആണ്. ശ്രദ്ധിക്കണേ. From this we can say that the standard notation for real and imaginary part of Z are X and Y. Also, the standard notations for the real and imaginary parts of W are U and V, where U and V are the functions of X and Y. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജനറലി ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 3 കാര്യങ്ങൾ പഠിക്കട്ടോ. 3 കാര്യങ്ങൾ പഠിക്കുക. സ്ലൈഡിൽ നിങ്ങൾ പഠിക്കേണ്ട 3 കാര്യങ്ങളാണ്. ജനറൽ ആയിട്ട് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? W is equal to f of Z. അവിടെ W എന്ന് പറയുന്നത് U പ്ലസ് IV ആണ്. Z എന്ന് പറയുന്നത് X പ്ലസ് IY ആണ്. U എന്ന് പറയുന്നത് എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്. V എന്ന് പറയുന്നതും എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇത് ഒരിക്കലും ഈ ബോക്സിൽ കിടക്കുന്ന സാധനം ഒരിക്കലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. ഇവിടെ Z is equal to U plus IV എന്നൊന്നും കുറച്ച് കഴിഞ്ഞ് എഴുതി വെക്കരുത്. W is equal to U plus IV. Z is equal to X plus IY. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ. അപ്പം അനലൈറ്റിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിൽ ആദ്യം പറയുന്ന വാക്ക് അനലൈറ്റിക് എന്നാണ്. അനലൈറ്റിക് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണമല്ലോ. ഡെറിവേറ്റീവിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുള്ള അതേ ഡെഫിനിഷൻ തന്നെയാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചുള്ള ഡെഫിനിഷൻ
ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് f of z, f ആണ് കേട്ടോ, f of z മൈനസ് f of z നോട്ട് ബൈ z മൈനസ് z നോട്ട് ആണ് എന്തെന്ന് പറയുന്നത്, z നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി അല്ലെ, കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി, കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി. ഈ ഒരു കണ്ടീഷൻ പഠിച്ചു വെക്കുക, കാരണം തിയററ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലമാറ്റിക് മാത്രമായിരിക്കില്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ കൺസെപ്ച്വലായിട്ട് പഠിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. സിമിലർ ടു ദ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് റിയൽ ഫംഗ്ഷൻസ്, റിയൽ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പ്ലസ് ടുവിൽ പഠിച്ചത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. അതാണ് അക്കോർഡിംഗ് ടു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഇൻ ദ കേസ് ഓഫ് റിയൽ ഫംഗ്ഷൻസ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കിനും അതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ. വി ക്യാൻ ഡിഫൈൻ ഡെറിവേറ്റീവ് ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻ വിത്ത് obvious difference that domain variable z has the freedom to vary in a two-dimensional plane unlike the real variable which can move only along a straight line. അതായത് ഒരു കോംപ്ലക്സ് വാല്യൂ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു 2-dimensional പ്ലെയിനിൽ അതിന് സാധ്യതകളുണ്ട്. സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു നമ്മൾ പഠിച്ച ലീനിയർ ഫംഗ്ഷൻ്റെ ഇപ്പോൾ y is equal to f of x, y as a function of x എന്ന് പറഞ്ഞാൽ അതിനൊരു 1-dimensional പ്ലെയിനിലുള്ള സാധ്യത, ഒരു 1-dimensional സാധ്യത മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു 2-dimensional സാധ്യതയുണ്ട് അല്ലെ, 2-dimensional സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ നെയ്ബർഹുഡ്. ഈ നെയ്ബർഹുഡ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നെയ്ബർഹുഡ് ഓഫ് എസ് ഓഫ് എ പോയിന്റ് ഇസഡ് നോട്ട് നമ്മൾ സിംഗുലാരിറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. റിമൂവൽ സിംഗുലാരിറ്റി, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ഉണ്ട്, സിംഗുലാർ പോയിന്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. ഓഫ് എ പോയിന്റ് ഇസഡ് നോട്ട് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ the function f of z is said to be differentiable at z naught provided in the value of limit z tends to z naught f of z minus f of z by z minus z naught. ഇതാണ് കണ്ടീഷൻ ഫോർ എന്തെന്ന് പറയുന്നത്, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. ഇനി z നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, d by dz of f of z at z is equal to z naught. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡെഫിനിഷൻ ആണ് കേട്ടോ, ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ ആണ്, ഒന്ന് നോക്കി വെക്കുക. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രാധാന്യമല്ല. ഇനി വേണ്ട സിലബസിനകത്ത് പറയുന്ന കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ അനലിറ്റിക് ആവണം അല്ലെങ്കിൽ അനലൈസിറ്റിസിറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യാർഹിതമായിട്ട് ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായ കണ്ടീഷൻ CR ഇക്വേഷൻ അഥവാ കോശി-റീമാൻ കണ്ടീഷൻ എന്ന് പറയും. ഇവിടം തൊട്ട് നല്ല പടക്കാനായിട്ട് പഠിച്ചോണം, കാരണം ഇവിടം തൊട്ടാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഇനി മുതലാണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഏറ്റവും പ്രാധാന്യാർഹിതമായ കാര്യം കോശി-റീമാൻ കണ്ടീഷൻ. കോശി-റീമാൻ കണ്ടീഷൻ എന്താണ്? കോശി-റീമാൻ കണ്ടീഷൻ എന്ന് പറയും. നമ്മുടെ ഒരു അനലൈറ്റിക് ഫംഗ്ഷൻ w is equal to f of z എന്ന് എഴുതാം എന്ന് നമുക്കറിയാം. ദാറ്റ് ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് u പ്ലസ് iv. u എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ u of xy പ്ലസ് i ഇൻറ്റു v of xy എന്ന് നമുക്ക് എഴുതാം അല്ലെ. u of xy പ്ലസ് i ഇൻറ്റു v of xy. ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്, കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോംപ്ലക്സ് പ്ലെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സ് പ്ലെയിൻ എന്നുള്ള വാക്ക് തൊട്ട് ഇപ്പോഴത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്. ശ്രദ്ധിക്കണേ, ഈ റിയൽ പ്ലെയിനും കോംപ്ലക്സ് പ്ലെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം u ഇവിടെ ആണെങ്കിൽ iv ഇവിടെ ആയിരിക്കും, u പ്ലസ് iv. അതായത് ഈ y ആക്സിസ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് ആയിരിക്കും കോംപ്ലക്സ് പ്ലെയിനിൽ. y ആക്സിസ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് ആയിരിക്കും. x ആക്സിസ് എന്ന് പറയുന്നത് ഈ ആക്സിസ് ആണ് റിയൽ ആക്സിസ്. x ആക്സിസ് എന്ന് പറയുന്നതാണ് റിയൽ ആക്സിസ്. റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും അടങ്ങുന്ന പ്ലെയിൻ ആണ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്, കോംപ്ലക്സ് പ്ലെയിൻ. ഇപ്പോൾ കോശി-റീമാൻ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി ഇങ്ങനെ എഴുതും CR ഇക്വേഷൻ. CR ഇക്വേഷൻ എന്ന് എഴുതും. CR ഇക്വേഷൻസ്. CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. w is equal to f of z u plus iv ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് u is a function of xy and v is also a function of x and y. CR ഇക്വേഷൻ അനുസരിച്ച് അനലൈറ്റിസിറ്റിയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്
ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആയിരിക്കണം. രണ്ട് ഇക്വേഷൻ ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരെണ്ണം മാത്രം ശരിയായി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ടും ഒരേപോലെ സൈമിൾട്ടേനിയസ്ലി അത് രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ നമുക്കിത് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സി ആർ ഇക്വേഷൻ ഇസ് ടോട്ടലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ദ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആയിരിക്കണം. ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആയിരിക്കണം. ഈ ഡോ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്, പാർഷ്യൽ ഡെറിവേറ്റീവ്. ഞാൻ ഓൾറെഡി നിങ്ങളെ ഫസ്റ്റ് മൊഡ്യൂൾ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. അതിനകത്ത് നമ്മൾ ഓൾറെഡി എടുത്തതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലേ. ഓട്ടോമാറ്റിക്കലി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആയിരിക്കണം. അതേപോലെ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആയിരിക്കണം. ഇത് ഇങ്ങനെ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതിൻ്റെ സിമ്പിളായിട്ട് ഒരു നൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, എവിടെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പെട്ടെന്നൊന്ന് ഓർത്തെടുത്തേ എല്ലാവരും. എവിടെയായിരുന്നു നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പരാമർശിച്ചുകൊണ്ട് എന്താണെന്നുള്ള കാര്യം ഇനി ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, യു എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈനെ വി വൈ എന്ന് എഴുതാം. ഇതാണ് ഒരു കണ്ടീഷൻ. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ എന്ന് പറയുന്നതാണ് ഒരു കണ്ടീഷൻ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈനെ യു വൈ എന്ന് എഴുതാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സിനെ വി എക്സ് എന്ന് എഴുതാം. യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഈ രണ്ട് ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഒന്നുകൂടെ, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. എഴുതി ബോക്സ് ചെയ്തിടുക. സി ആർ ഇക്വേഷൻസ്. സി ആർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ, ഒരു കണ്ടീഷൻ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ ഇസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കണം. അപ്പോൾ യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോച്ചി-റീമാൻ കണ്ടീഷൻ. അപ്പം അനലൈറ്റിക് ആണെന്ന് ഷോ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കാണിച്ചാൽ മതി? സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് കാണിച്ചാൽ മതി. ഇപ്പോൾ എന്താണ് അനലൈറ്റിക് എന്നുള്ള ഒരു ബേസിക് ഡെഫിനേഷൻ കൂടെ നമ്മൾ നോക്കണം. ശ്രദ്ധിക്കണം, എന്താണ് അനലൈറ്റിക് ഫംഗ്ഷൻ? സിലബസിൽ നിങ്ങൾ ആദ്യം കാണുന്ന ഒരു വാക്കാണ് അല്ലെ, അനലൈറ്റിക് ഫംഗ്ഷൻ. ദ ടേം അനലൈറ്റിക് ഓർ വേണ്ടേ ഹോളോമോർഫിക് ഓർ റെഗുലർ എന്ന് പറയും. ഹോളോമോർഫിക് അല്ലെങ്കിൽ റെഗുലർ. അനലൈറ്റിക്കിനെ വിളിക്കുന്ന മറ്റ് രണ്ട് വാക്കുകളാണ് ഏതൊക്കെ? ഹോളോമോർഫിക് അല്ലെങ്കിൽ റെഗുലർ. അനലൈറ്റിക് ഫംഗ്ഷനെ നമുക്ക് ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏത് പേരിട്ട് വിളിക്കാം? റെഗുലർ ഫംഗ്ഷൻ അല്ലേ, റെഗുലർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. നമ്മളെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അനലൈറ്റിക് എന്നുള്ള വാക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. റെഫേഴ്സ് ടു ഡിഫറൻഷ്യബിലിറ്റി ഇൻ എ നെയ്ബർഹുഡ് ഓർ ഇൻ എ റീജിയൻ. നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ഏരിയ എന്നാണ്. or region of the complex plane. This is in a sense in a global form of differentiability. അത് ഗ്ലോബൽ ഫോം, അതായത് ടോട്ടൽ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. Formally we define analytic function at a point follows. The function f of z is said to be analytic at a point z0. The complex plane if it is differentiable at all points in some neighborhood of z0. അനലൈറ്റിക് ആണോന്നുണ്ടെങ്കിൽ z0ന്റെ നെയ്ബർഹുഡിൽ എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെ, കണ്ടീഷൻ ഫോർ ശ്രദ്ധിച്ചിരിക്കണേ. ഈ ഒരു സെന്റൻസിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. അനലൈറ്റിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ അനലൈറ്റിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നെയ്ബർഹുഡ് ഓഫ് z0ൽ അത് എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം അല്ലെ, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷനുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അത് കണ്ടിന്യൂസ് ആവണം. അപ്പോൾ ആ ഡിഫറൻഷ്യബിലിറ്റിയുടെ ബാക്ക് ബോൺ ആയിട്ട് കണ്ടിന്യൂറ്റി ഒക്കെ നിൽപ്പുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ വഴിയെ ചെയ്യും. ഓക്കെ, അപ്പം
അനലൈറ്റിക് എന്ന് പറഞ്ഞാൽ ഇത്ര ഓർക്കുക, നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ടിൽ അത് എന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ നമ്മൾ ഇപ്പുറത്തൊരു കണ്ടീഷൻ പറഞ്ഞു അല്ലേ, നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്തുവാ, സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലേ, സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്താണ്, സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കോഷി-റീമാൻ ഇക്വേഷൻസ് എന്തായിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ വേണ്ട ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാം. അനലൈറ്റിക് ആണെങ്കിൽ എന്ത് നോക്കിയാൽ മതി, സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കിയാൽ മതി. അനലൈറ്റിക് ആണോ എന്നുണ്ടെങ്കിൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കിയാൽ മതി. ക്ലിയർ. ഇനി ചില ക്വസ്റ്റ്യൻ സി ആർ ഇക്വേഷൻ നോക്കാൻ പറ്റാത്ത കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കും. ഡിഫറൻഷ്യബിലിറ്റി നോക്കുന്നത് എങ്ങനെയാ, കണ്ടിന്യൂസ് ആണോ നോക്കും, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂറ്റി ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും ചോദിക്കുന്നത്. പൊതുവേ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നായിരിക്കത്തില്ല. ഇപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ 0-ലെ കണ്ടിന്യൂറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ കേസുകളുണ്ട്. അപ്പം പൊതുവേ അനലൈറ്റിക് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ടിൽ. ആൻഡ് നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്ത് കണ്ടീഷൻ, ഒരു ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് സി ആർ ഇക്വേഷൻസ് അഥവാ കോഷി-റീമാൻ ഇക്വേഷൻ. കോഷി-റീമാൻ ഇക്വേഷൻ കോംപ്ലക്സ് അനാലിസിസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കോഷി. കോഷി-റീമാൻ ഇക്വേഷൻ ഉണ്ട്, കോഷീസ് ഇൻറ്റഗ്രൽ തിയറം ഉണ്ട്, കോഷീസ് റെസിഡ്യൂ തിയറം ഉണ്ട്. ഭയങ്കര മനുഷ്യനാണ്. ഓക്കെ, അടുത്ത അനലൈറ്റിക് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ചില പോയിന്റുകളിൽ ഫംഗ്ഷൻ അനലൈറ്റിക് അല്ലാണ്ട് വരും അല്ലേ. ഞാൻ നേരത്തെ അനലൈറ്റിക്കിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തു. അനലൈറ്റിക് ആണ് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണം. ചിലപ്പോൾ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് വരാം. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് അനലൈറ്റിക് ആവില്ല. അപ്പം ചില പോയിന്റുകളിലായിരിക്കാം പൊതുവേ ഒരു ഫംഗ്ഷൻ അനലൈറ്റിക് അല്ലാണ്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളോട് അവർ ആവശ്യപ്പെടും. അപ്പോൾ 0-ൽ ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പറയാം അത് ആ 0 എന്ന് പറയുന്ന പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ അത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റുകളുണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷൻ അനലൈറ്റിക് അല്ലാത്ത പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സിംഗുലാർ പോയിന്റ്. ഒരു ഫംഗ്ഷൻ അനലൈറ്റിക് അല്ലാത്ത പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ പോയിന്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ആസ് ആൻ എക്സാമ്പിൾ കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/z. ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം കേട്ടോ, എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/z എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ക്ലിയർലി ദ ഫംഗ്ഷൻ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. കാരണം ഈ ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി അഥവാ അനന്തത എന്നാണ് ആൻസർ വരിക. നോട്ട് ഡിഫൈൻഡ് ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടീഷൻ ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇതിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടീഷൻ ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷന് നിലനിൽപ്പില്ല. അപ്പോൾ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഏത് പോയിന്റിലാണോ ഡിഫറൻഷ്യബിൾ അല്ലാത്തത് ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, അനലൈറ്റിക് ആയിരിക്കില്ല. അപ്പം ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരെണ്ണം തെറ്റിയെന്ന് വെച്ചോ, ഇത് മൂന്നും ഒരു നൂലിൽ കോർക്കുന്ന സാധനങ്ങളാണ്. ഏതെങ്കിലും ഒരെണ്ണം പോയാൽ എല്ലാം പോയി. ഡിഫറൻഷ്യബിലിറ്റി പോയാൽ അനലൈറ്റിസിറ്റി പോയി, സി ആർ ഇക്വേഷനും പോയി. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ ബാക്കി രണ്ടെണ്ണം ഓട്ടോമാറ്റിക്കലി കയ്യിൽ നിന്ന് പോകും. 3 ശരിയാണെങ്കിലാണ് അത് എന്താണ്, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രോബ്ലം വരുമ്പോൾ സി ആർ ഇക്വേഷൻ നോക്കിയാൽ മതി, അനലൈറ്റിക് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/zന്റെ എക്സിസ്റ്റൻസ് കണ്ടീഷൻ ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇന്ന കേസ് ഇസഡ് 0 ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഇസഡ് 0 ആയി കഴിഞ്ഞാൽ എന്താണ്, അറ്റ് എനി പോയിന്റ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 അത് ഡിഫറൻഷ്യബിൾ ആണ്. നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട്, ദാറ്റ് ഈസ് ഇവിടെ 0 ആണ് അവർ പറയുന്ന പോയിന്റ്, ഹാസ് പോയിന്റ്സ് വിച്ച് ദ ഫംഗ്ഷൻ ഈസ് അനലൈറ്റിക്. അതായത് ഇസഡ് 0 അല്ലെങ്കിൽ അത് അനലൈറ്റിക് ആണ്. 1/zന്റെ ഡെറിവേറ്റീവ് എന്താണോ, -1/z² അല്ലെ, -1/z². പക്ഷേ ഇസഡിന് 0 കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഇസ് എ സിംഗുലാർ പോയിന്റ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/z. അതായത് ഏത് പോയിന്റിലാണോ അനലൈറ്റിക് അല്ലാത്തത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സിംഗുലാർ പോയിന്റ്. ഇവിടെ 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല, നോട്ട് അനലൈറ്റിക് ആണ് അല്ലെ, നോട്ട് അനലൈറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ
ആ പോയിന്റിനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? z is equal to 0 is a singular point. z is equal to 0 is a SP. SP എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ പോയിന്റിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ അനലൈറ്റിക് അല്ലാത്തത് ആ പോയിന്റിനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? സിംഗുലാർ പോയിന്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം. ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ അനലൈറ്റിക് അല്ലാത്തത് ആ പോയിന്റിനെ നമുക്ക് സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാലോ, ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്തത് ആ പോയിന്റിനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? സിംഗുലാർ പോയിന്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം. ഇനി അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് സിംഗുലാർ പോയിന്റ് ഓഫ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് in both theory and practical applications of the functions of a complex variable. In a sense, we analyze the properties of analytic functions to understand its behavior near a singular point, and it is different types of singular point. Formally, we define singular point as follows. And the definition എന്ന് പറഞ്ഞാൽ, let f of z be an analytic function. Let f of z be an analytic function at let f of z be an analytic function at some point or points. ഒരു പോയിന്റ് മാത്രമല്ല, ഒരു കൂട്ടം ഓഫ് പോയിന്റ്സ്, ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് തന്നെ സിംഗുലാർ പോയിന്റ് ആയിട്ട് വരാം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇൻ എ റീജിയൺ ഓഫ് എസ് ഓഫ് ദി കോംപ്ലക്സ് പ്ലെയിൻ, എ പോയിന്റ് z0 ഇൻ എസ് ഈസ് സെഡ് ടു ബി എ സിംഗുലാർ പോയിന്റ്. ഒരു പോയിന്റ് z0 എന്ന് പറയുന്ന പോയിന്റിനെ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കണമെങ്കിൽ ഓഫ് ദ ഫംഗ്ഷൻ f of z in every neighborhood, if every neighborhood of the point z0 contain the points at which f of z is analytic, but it ceases to analytic at z0. അതായത് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചിരിക്കുക. സോ ഈ ഒരു ഉദാഹരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. z is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ അനലൈറ്റിക് അല്ല, അതുകൊണ്ട് z is equal to 0 എന്ന് പറയുന്ന പോയിന്റ് ഒരു സിംഗുലാർ പോയിന്റ് ആണ്. ഇനി മറ്റൊരു ഫംഗ്ഷൻ നോക്കിയോളൂ, സൈൻ z നോക്കാം. സൈൻ z f of z is equal to, ഇതിന്റെ സിംഗുലാർ പോയിന്റ് നിങ്ങളൊന്ന് പറഞ്ഞേ, f of z is equal to സൈൻ z. ഇപ്പുറത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു ഡെഫിനിഷനകത്ത്, സെറ്റ് ഓഫ് പോയിന്റ്സ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അല്ലെങ്കിൽ എന്താണ് ഒരു ഉപയോഗിച്ച കറക്റ്റ് വാക്ക്? f of z be an analytic function in some point in a region S of the complex plane. The point z0 is said to be singular point of the function f of z in every neighborhood of the point contain the points at which f of z is analytic, but a set of points എന്നുള്ളൊരു സാധനം എവിടെയോ കണ്ടായിരുന്നല്ലോ. The concept of singular point of an analytic function is very important in both theory and practical applications of the functions of complex variable. In a sense, we analyze the properties of the analytic functions to understand its behavior near singular point and its different types of singular points. Formerly, we define singular point as follows. ഇത് മുൻപുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇതിന്റെ പുതുക്കിയ ഡെഫിനിഷൻ നമുക്ക് പിന്നീട് പറയുന്നുണ്ട്. Let f of z be an analytic function at some point or points in a region. Points. Some point അല്ലെങ്കിൽ points. ആ പോയിന്റ്സിന്റെ സാധനം നോട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരെണ്ണം നോക്കാം, അങ്ങനത്തെ ഒരു കേസ് നോക്കാം. f of z is equal to sin z. sin z വേണ്ട, tan z എടുക്കും. tan z എല്ലാത്തിനും ഉണ്ട്, തൽക്കാലം tan z പറയാം. f of z is equal to tan z. tan z നെ നമുക്ക് എങ്ങനെ എഴുതാം? sin z by cos z എന്ന് എഴുതാം, അല്ലേ? tan z നെ നമുക്ക് sin z by cos z എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ സംഭവം കയ്യിൽ നിന്ന് പോയി, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അതായത് ഈ പറയുന്ന കോസ് z നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കോസ് z 0 ആവുന്ന പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സിംഗുലാർ പോയിന്റ്. അപ്പോൾ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഒരു കാര്യം നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു ഫ്രാക്ഷൻ കയ്യിലുണ്ട്, സിംഗുലാർ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വേരിയബിളിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച സിംഗുലാർ പോയിന്റ്സ് ആയി. ഇവിടെ കോസ് z 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അവിടുന്ന് എന്ത് കിട്ടും? z is equal to 2n plus 1 into pi by 2 എന്ന് കിട്ടും, അല്ലേ? cos z 0 ആണെങ്കിൽ z ന്റെ വാല്യൂസ് എന്താണ്? 2n plus 1 into pi by 2, n belongs to integers. അപ്പോൾ ഇതാണ് അതിൻ്റെ സിംഗുലാർ പോയിന്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിംഗുലാർ പോയിന്റ്. tan z ന്റെ സിംഗുലാർ പോയിന്റ്സ് ചോദിച്ചാൽ എന്ത് പറയും? 2n plus 1 into pi by 2, n belongs to integers. ഓക്കെ, ഇവിടെ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്, അത്
പോയിന്റ്സ് എന്ന് പറയുന്ന സംഭവം അവിടെ ഒരു പോയിന്റ് മാത്രമല്ല, സിംഗുലർ പോയിന്റ് മാത്രമല്ല, ഒരുപാട് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ എന്നിന്റെ വാല്യൂസ് മാറ്റിക്കൂടെ. എന്നിന് 1 കൊടുത്താൽ, എന്നിന് 0 കൊടുത്താൽ π/2, എന്നിന് 1 കൊടുത്താൽ 3π/2, ശരിയല്ലയോ? എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൻസർ കിട്ടും. അപ്പം എന്നിന്റെ വില മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സും 0യും കൊടുക്കാം. ഓക്കെയാണ്, നെഗറ്റീവ് നമ്പർ കൊടുത്താൽ അതിനനുസരിച്ച് ഒരുപാട് ഒരു കളക്ഷൻ ഓഫ് സിംഗുലർ പോയിന്റ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, അതേപോലെ ഒരു സെറ്റ് ഓഫ് സിംഗുലർ പോയിന്റ്സ് വരുന്ന മറ്റൊരു ഉദാഹരണം നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ f of z is equal to cot z. ശ്രദ്ധിക്കുക, f of z is equal to എന്താണ്? f of z is equal to cot z. cot z നെ നമുക്ക് എങ്ങനെ എഴുതാം? cot z നെ sin z by cos z ആണ് tan z, അത് നേരെ തിരിച്ചിട്ടാൽ മതി. cos z by sin z. cos by sin ആണ് എന്തെന്ന് പറയുന്നത്? കോട്ട്. ഫ്രാക്ഷൻ കിട്ടി. ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി, അല്ലേ? ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആരാ? സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ sin z is equal to 0. sin z 0 ആവുന്ന പോയിന്റ് ഏതാ? z is equal to n/, n belongs to integers. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്. z is equal to n/, n belongs to integers. അത് അറിയാത്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ കേട്ടോ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. sin z is equal to 0 ആണെങ്കിൽ z-ന്റെ വില n/, ആണ്. cos z is equal to 0 ആണെങ്കിൽ z-ന്റെ വില 2n plus 1 into π/2 ആണ്. 2n plus 1 into π/2 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? sin z is equal to 0 ആണെങ്കിൽ z n/, ആണ്. അവിടെയും n belongs to integers എന്നുള്ള കാര്യം മറന്നു പോകരുത്. രണ്ട് കേസിലും എന്തോർക്കണം? n belongs to integers ആണ്. n belongs to integers ആണ്. n element of integers. ക്ലിയർ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സിംഗുലർ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കണേ. ഇനി എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ? അപ്പോൾ സിലബസിൽ ആദ്യം പരാമർശിക്കുന്ന ഒരു വാക്കാണ് എന്ത്? സിലബസിൽ ആദ്യം പറയുന്ന ഒരു വാക്കാണ് അനലിറ്റിക് ഫംഗ്ഷൻ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. രണ്ടാമത് പരാമർശിക്കുന്ന ഒരു വാക്കാണ് ഹാർമോണിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷൻ ആൻഡ് ഹാർമോണിക് ഫംഗ്ഷൻ എന്നാണ് സിലബസിലെ ഫസ്റ്റ് കിടക്കുന്ന ഹെഡിങ്. പക്ഷേ അത് മാത്രമല്ല സംഭവം എന്ന് മനസ്സിലായി. ഇപ്പോൾ അനലിറ്റിക് എന്ന് പറയുമ്പോൾ അതിന് പിന്നെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു, സിംഗുലർ പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാത്തിലൂടെ നമ്മൾ കടന്നു പോകണം, എങ്കിലേ ഒരു അവസാനം നമ്മുടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ, എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ശ്രദ്ധിക്കണേ. ഹാർമോണിക് ഫംഗ്ഷൻ. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം u as a function of x and y, u as a function of x and y ആണെന്ന് വിചാരിക്കും. വേണമെങ്കിൽ dou² u by dou x², സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു x പ്ലസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു y, അവരുടെ സം എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് u എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? ഇറ്റ് ഈസ് എ ഹാർമോണിക് ഫംഗ്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കാം. FUNCTION ഫംഗ്ഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കുക. നമുക്കറിയാം f of z എന്ന് പറയുന്ന ആള് u plus iv ആണ്. u എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ, v എന്ന് പറയുന്നത് ആ ഹാർമോണിക് ഫംഗ്ഷന്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആയിരിക്കും. സോ v is the harmonic conjugate of u എന്ന് പറയാം. ഇത് നേരെ തിരിച്ചും പറയാം. അത് വൈസ് വേഴ്സയാണ് കേട്ടോ, വൈസ് വേഴ്സയാണ്. u is the harmonic conjugate of v എന്നും പറയാം, v is the harmonic conjugate of u എന്നും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആൾ എന്താവും? ഒരു ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫംഗ്ഷൻ u of xy ഹാവിങ് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, തുടർച്ചയായിട്ട് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ആയിരിക്കണം. ആൻഡ് സാറ്റിസ്ഫൈ ദ ലാപ്ലേസ് ഇക്വേഷൻ dou² u by dou x² plus dou² u by dou y² is equal to 0 is called ഹാർമോണിക് ഫംഗ്ഷൻ. ഈ ഒരു ഇക്വേഷൻ, അതായത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? dou y² is equal to
0 എന്ന് പറയുന്നതാണ് ലാപ്ലേസ് ഇക്വേഷൻ. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹാർമോണിക് ഫംഗ്ഷൻ. സോ അപ്പോൾ നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാർമോണിക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നമ്മുടെ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് വിളിക്കാം. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വിയിൽ യു ഹാർമോണിക് ആണെങ്കിൽ വി എ വിളിക്കുന്ന പേരാണ് യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഹാർമോണിക് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്തേ. വെരിഫൈ ഹാർമോണിക്. വെരിഫൈ ഈ ഒരു ഫംഗ്ഷൻ യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ. ഈ ഫംഗ്ഷൻ ഹാർമോണിക് ആണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? വെരിഫൈ ചെയ്ത് നോക്കുക. ഹാർമോണിക് ആണോ എന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? യെസ്, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിൻ്റെ 0, വൈയുടെ 0. കാരണം അത് വൈയുടെ ഫംഗ്ഷൻസ് ആണ്. എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫംഗ്ഷൻ ഓഫ് വൈ ഇസ് കംപ്ലീറ്റ്ലി കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഈസ് 0. ഡോ യു ബൈ ഡോ എക്സ് ആയി. നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വേണം. ഇപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ആൻസർ എന്ത് വരും? 2 വരും. ഓക്കെ ആണേ. ഇനി അടുത്ത ഡോ യു ബൈ ഡോ വൈ വേണം. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് 1, ആൻസർ എന്ത് വരും? മൈനസ് 2y മൈനസ് 1 എന്ന് വരും. ഓക്കെ ആണേ. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. ഒന്നും കൂടെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. മൈനസ് 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0, ആൻസർ എന്തായി? മൈനസ് 2. ഇപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആയി, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ആയി. 2 മൈനസ് 2 കൂടെ കൂട്ടിയ 0 അല്ലേ? ലാപ്ലേസ് ഇക്വേഷൻ എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. അത് നിങ്ങൾ എടുത്തെഴുതണം. അതായത് ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ 2 ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് 2. 2 മൈനസ് 2 ക്യാൻസലായി 0. ദെർഫോർ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൺഫേം ചെയ്ത് പറയാൻ പറ്റും. എന്താണ്? ദെർഫോർ യു ഈസ് ഹാർമോണിക്. യു ഈസ് ഹാർമോണിക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? സോ ഹാർമോണിക് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകളിലൂടെ കടന്നുപോയി. എന്താണ് അനലൈറ്റിക് ഫംഗ്ഷൻ, എന്താണ് കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി, എന്താണ് കോച്ചി-റൈമാൻ ഇക്വേഷൻ, എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ, ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്സിൽ നിന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂറ്റി. ഓക്കെ, ഈ അനലൈറ്റിസിറ്റി ആണ് നമ്മുടെ സിലബസിൽ ആദ്യം പറയുന്നതെങ്കിലും അനലൈറ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് ആര് നിൽപ്പുണ്ട്? ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയും ഒക്കെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും കണ്ടിന്യൂറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ പല ടെക്സ്റ്റുകൾ പരിശോധിക്കുമ്പോഴും ആദ്യം കിടക്കുന്ന കുറച്ച് കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. 2-3 ചെയ്തൊന്ന് പരിചയപ്പെടുക, ഒരു പാറ്റേൺ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് ദി കണ്ടിന്യൂറ്റി. ചെക്ക് ദി കണ്ടിന്യൂറ്റി. ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇസഡ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി ഒരു വലിയ സ്ലൈഡ് ആയിട്ടൊക്കെ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇക്വേഷനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു. കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി എല്ലാവർക്കും അറിയാം. കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ ലിമിറ്റ് z ടെൻസ് ടു z0 f of z is equal to f of z0. ഇതാണ് കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ലിമിറ്റ് z ടെൻസ് ടു z0 f of z is equal to f of z0. നമ്മൾ സാധാരണ +1 +2 പഠിക്കുന്ന ലിമിറ്റ് x ടെൻസ് ടു f of x is equal to f of a.
അതാണ് കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്നേ ഉള്ളൂ. എഫ് ഓഫ് ഇസഡ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പാത്ത് ഒക്കെ സെലക്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. നോക്കാം നമുക്ക്. അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0. ശ്രദ്ധിക്കണേ, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ 0യിലേക്ക് അടുക്കുന്നു എന്നാണ് മീനിങ്, അല്ലെ? 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു, 0യിലേക്ക് അടുക്കുന്നു. 0ക്ക് ഈക്വൽ ആയിട്ടില്ല, നോട്ട് ഈക്വൽ ആണ്. ഈക്വൽ ടു ഒരിക്കലും വന്നിട്ടില്ല. ടെൻഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ആണ്, അടുക്കുന്നു. നോട്ട് ഈക്വലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാ? നോട്ട് ഈക്വലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വേണ്ടതാണ്, അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇസഡ് ടെൻസ് ടു എന്ന് പറയുമ്പോൾ ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എന്ന് പറയുമ്പോൾ ഇസഡ് നോട്ട് 0 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടെൻഡ് ചെയ്യുന്ന എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ആരാണ്? 2x വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3y റൈസ് ടു 4 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു ചില എൽ ഹോസ്പിറ്റൽസ് റൂളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒറ്റ സിംഗിൾ യൂണിവേരിയറ്റിലെ പരിപാടി നടക്കത്തുള്ളൂ. ഇത് 2 വേരിയബിളാണ്, 2 ഡയമെൻഷൻ, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു പാത്ത് സെലക്ട് ചെയ്ത് വേണം, അതായത് ഒരു വേരിയബിളിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പാത്ത് സെലക്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് പാത്ത് സെലക്ട് ചെയ്താലും നമുക്ക് ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള പാത്ത് സെലക്ട് ചെയ്യാം, ലീനിയർ പാത്ത് സെലക്ട് ചെയ്യാം. നമ്മൾ പൊതുവെ സെലക്ട് ചെയ്യുന്ന പാത്ത് y is equal to mx എന്ന് പറയുന്ന ഒരു പാത്താണ്. y is equal to mx, along y is equal to mx സെലക്ട് ചെയ്യാറുണ്ട്, y square equal to mx സെലക്ട് ചെയ്യാറുണ്ട്, y cube is equal to mx സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ y square is equal to നമുക്ക് ഇവിടെ സ്ക്വയർ കൊടുക്കാം, mx സ്ക്വയർ. നമുക്കിങ്ങനെ പല രീതിയിൽ പാത്ത് സെലക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഇതാണ്, നമ്മൾ പാത്ത് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്താണ്? എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നോക്കി ഇപ്പോൾ തന്നെ പറയാം. നമുക്ക് ഇത് ഈ ലിമിറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ഇസഡ് നോട്ട് ആണ് കിട്ടേണ്ടത്. എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈക്വൽ ടു 0യിൽ ആൻസർ 0 അല്ലേ? എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ആൻസർ 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 0 കിട്ടിയാൽ മാത്രമേ, ഏത് പാത്ത് സെലക്ട് ചെയ്താലും ഇതിൻ്റെ ആൻസർ 0 കിട്ടിയാൽ മാത്രമേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. 0 അല്ലാതെ നമുക്ക് എന്ത് ആൻസർ? ഇപ്പോൾ 0 അല്ലാത്തൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഡസൻറ്റ് എക്സിസ്റ്റ്. 0 അല്ലാത്തൊരു ഉത്തരം കിട്ടിയെന്ന് വെച്ചോ, അതായത് മാറുന്ന ഒരു ഉത്തരം. ഓക്കെ, മാറുന്ന ഉത്തരം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അങ്ങനെ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് ആയിരിക്കും മജോറിറ്റിയും. ഓക്കെ, നോക്കാം. ഇവിടെ ഞാനൊരു പാത്ത് സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് y സ്ക്വയർ ഉണ്ട്, y റൈസ് ടു 4 ഉണ്ട്. y റൈസ് ടു 4നെ y സ്ക്വയറിൻ്റെ സ്ക്വയർ എന്നാക്കാമല്ലോ. അപ്പം ഞാൻ ആ ഒരു y സ്ക്വയർ ഈക്വൽ ടു mx എന്ന് പറഞ്ഞത് ഈ ഒരു പാത്ത് എടുക്കുകയാണ്. എലോങ് ദ പാത്ത് y സ്ക്വയർ ഈക്വൽ ടു mx, എലോങ് y സ്ക്വയർ ഈക്വൽ ടു mx. ഇനി ലിമിറ്റ് പൂർണ്ണമായിട്ട് y എക്സിലോട്ട് മാറുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് മതി. ഈ ചോദ്യം പൂർണ്ണമായിട്ട് എക്സിലോട്ട് മാറുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇസഡിൻ്റെ ലിമിറ്റ് വേണ്ട, എക്സിൻ്റെ ലിമിറ്റ് മതി. എങ്ങനെയാണെന്ന് നോക്കാം. ഇസഡ് ടെൻസ് ടു 0 ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്, അല്ലേ? എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0, അതായത് എക്സ് ടെൻസ് ടു 0 എന്ന് പറയാം, വൈ ടെൻസ് ടു 0 എന്ന് പറയാം. നമുക്ക് ആവശ്യമുള്ളത് എക്സ് ആണ്. എക്സ് ടെൻസ് ടു 0 ആണ് നമ്മുടെ പുതിയ ലിമിറ്റ്. സോ ചോദ്യത്തിൻ്റെ ലിമിറ്റ് ഇങ്ങനെ മാറും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, നോക്കിക്കേ, വൈ സ്ക്വയറിന് പകരം mx കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 2x ഇൻറ്റു വൈ സ്ക്വയറിന് പകരം mx ഡിവൈഡഡ് ബൈ അടുത്ത എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു വൈ റൈസ് ടു 4 ആണ്. വൈ റൈസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. വൈ സ്ക്വയർ ആരാ? mx ആണ്. mxൻ്റെ സ്ക്വയർ എന്ത് വരും? m സ്ക്വയർ എക്സ് സ്ക്വയർ. ക്ലിയർ ആണ്? വൈ സ്ക്വയർ ഈക്വൽ ടു mx എന്ന് പറഞ്ഞാൽ പരാബോളിക് പാത്താണ്. y ഈക്വൽ ടു mx എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയാമെന്ന് വിചാരിക്കുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു വൈ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എം സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, മുകളിൽ 2m എക്സും കൂടെ എക്സ് സ്ക്വയർ ആവും. താഴെ എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 1 പ്ലസ് 3m സ്ക്വയർ വരും. ശരിയാണല്ലോ? എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 1 പ്ലസ് 3m സ്ക്വയർ വരും. നമുക്ക് എക്സ് സ്ക്വയറും ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ലിമിറ്റ്
എക്സ് ടെൻസ് ടു 0 2m ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3m സ്ക്വയർ. ഇതിനകത്ത് വാല്യൂ കൊടുക്കാൻ എക്സ് ഉണ്ടോ? ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എക്സ് പോലും ഇല്ല. സിൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ദ കോൺസ്റ്റൻറ്റ് ഇറ്റ് സെൽഫ് 2m ബൈ 1 പ്ലസ് 3m സ്ക്വയർ. സോ വിച്ച് ഡിപ്പെൻസ് എന്താണ്? വിച്ച് ഡിപ്പെൻസ് ഓൺ ദി വാല്യൂ ഓഫ് എം. എം മാറിക്കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആൻസറുകൾ മാറിക്കൊണ്ടിരിക്കും. എം മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആൻസർ മാറിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അതായത് നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ഒരേ ഒരു ഉത്തരം എന്താണ്? കിട്ടേണ്ട ഒരേ ഒരു ഉത്തരം 0 ആണ്. പക്ഷേ ഒരുപാട് ഉത്തരത്തിൻ്റെ പോസിബിലിറ്റി ഇവിടെ സംഭവിക്കുകയാണ്. എമ്മിന് ഞാൻ വാല്യൂസ്, എമ്മിന് 0 കൊടുത്താൽ പോലും നമുക്ക് എന്താണ്, എമ്മിന് 0 കൊടുത്താൽ ഓക്കെ, എമ്മിന് 0 കൊടുത്താൽ 0 കിട്ടും. ഓക്കെ, പക്ഷേ എമ്മിന് വേണേൽ 1 കൊടുക്കാമല്ലോ. 1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 0 കിട്ടത്തില്ല. അപ്പോൾ തന്നെ പോയി, കയ്യിൽ നിന്ന് പോയി. കണ്ടിന്യൂസ് ആണ് എല്ലായിടത്തും, കണ്ടിന്യൂസ്. ഇവിടെ കയ്യിൽ നിന്ന് പോയാൽ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. വിച്ച് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് എം. എം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 100% ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ഗിവൺ ഫംഗ്ഷൻ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ്. വിച്ച് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് എം. അത് മാത്രം മതി. എം ഡിപ്പെൻസ് ഓൺ ദ വാല്യൂ ഓഫ് എം എന്ന് പറഞ്ഞാൽ എം മാറിയാൽ നമ്മുടെ ഉത്തരവും മാറും. കിട്ടേണ്ട ഉത്തരം 0 ആണ്. 0 അല്ലാതെ ഒരുപാട് പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ 0 മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ 0 കിട്ടുന്ന ഒരു കേസ് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മുകളിലൊരു 0 ഉണ്ടെന്ന് വെച്ചു, മുകളിലൊരു എക്സ് ഉണ്ടെന്ന് വെച്ചോളൂ. ഓക്കെ, 2mx ബൈ എന്നാന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സിന് വാല്യൂ കൊടുക്കാനുണ്ട്. എക്സിന് എനിക്ക് 0 കൊടുത്താൽ ആൻസർ 0 ആയി. ഓക്കെ, ആ കേസിൽ എനിക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ എല്ലാ പാത്തിലും ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ എല്ലാ പാത്തിലും എനിക്ക് ഇങ്ങനെ 0 തന്നെ കിട്ടുന്നത്. 2-3 പാത്തിൽ പൊതുവേ 0 തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇവിടെ എനിക്ക് അല്ലാതെ ഒരു പാത്ത് ഉണ്ടെന്ന് കാണിച്ചാൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇവിടെ y സ്ക്വയർ ഈക്വൽ ടു mx എന്ന് പറഞ്ഞ കേസിൽ ഇവിടെ വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് m ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. Therefore f of z is not continuous at z is equal to 0. f of z is not continuous at z is equal to എന്താണ്, 0. z is equal to 0യിൽ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, സമാനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of z is equal to z by mod z, z not is equal to 0 and 0 if z is equal to 0 is discontinuous. കണ്ടിന്യൂസ് അല്ല എന്ന് ഷോ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഡിസ്കണ്ടിന്യൂസ് അറ്റ് എന്താണ്, z is equal to 0. ഓക്കെ, തന്നെ സ്ഥിരം കലാപരിപാടികൾ തുടങ്ങാം. ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ കാണിക്കുന്നത്? ലിമിറ്റ് z ടെൻസ് ടു 0 f of z എന്താണെന്ന് പറയൂ. ലിമിറ്റ് z ടെൻസ് ടു 0 ടെൻഡ് ആണ്. ടെൻഡ് എന്ന് പറഞ്ഞാൽ അടുക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. തുല്യമായിട്ടില്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ. കറസ്പോണ്ടിങ് f of x ആരാണ്? z ഡിവൈഡഡ് ബൈ മോഡ് z. z ബൈ മോഡ് z. ഓക്കെ ആണേ. z എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമുക്ക്. x പ്ലസ് iy ആണ് എന്നറിയാം. z എന്ന് പറയുന്നത് എന്താണ്? x പ്ലസ് iy ആണ് എന്ന് നമുക്കറിയാം. മോഡ് z എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എന്ന് പറയാം. z എന്ന് പറയുന്നത് എക്സ് പ്ലസ് iy ആണ്. മോഡ് z എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എന്ന് പറയാം. ഇനി z ടെൻസ് ടു 0. z ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് iy ടെൻസ് ടു 0 ആണ്. അത് എക്സ് ടെൻസ് ടു 0 ആവാം, അല്ലെങ്കിൽ വൈ ടെൻസ് ടു 0 ആവാം. ഓക്കെ, ഇനി ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഞാൻ വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് കൊടുത്തു നോക്കുകയാണ്. ലിമിറ്റ് z ടെൻസ് ടു 0, z പകരം എക്സ് പ്ലസ് iy ബൈ മോഡ് z പകരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നേരത്തെ പോലെ ഒരു പാത്ത് സെലക്ട് ചെയ്യാണ്. നേരത്തെ വൈ സ്ക്വയർ ഉണ്ടായിരുന്നു അല്ലേ? വൈ സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുന്ന കേസിൽ വൈ സ്ക്വയർ ഈക്വൽ ടു mx കൊടുക്കാം. ഇവിടെ y മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്, പക്ഷേ ഒരു സിംഗിൾ വൈ ഉണ്ടല്ലോ. വൈ സ്ക്വയർ റൂട്ടിനുള്ളിലാണ്, അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട y ഈക്വൽ ടു mx എന്ന് പറഞ്ഞ പാത്താണ്. എലോങ് y ഈസ് ഈക്വൽ ടു mx. എലോങ് ദി പാത്ത് y ഈസ് ഈക്വൽ ടു എന്താണ്? mx. എന്ത് വരും? ലിമിറ്റ് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് എക്സിലേക്ക് മാറുവാണ് അല്ലേ? z ടെൻസ് ടു 0 എന്നുള്ളത് നമുക്ക് എന്ത് മാത്രം എടുക്കാം? എക്സ് ടെൻസ് ടു 0 ആവാം, കാരണം വൈയും കൂടെ എക്സിലേക്ക് മാറാൻ പോവാണ്. ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് മാറും. ലിമിറ്റ് എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈക്ക് പകരം mx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ്
y എന്ന് പറഞ്ഞാൽ mx ആണ്, y സ്ക്വയർ എന്ന് പറഞ്ഞാൽ m സ്ക്വയർ x സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, മുകളിൽ നിന്നൊരു എക്സ് പുറത്തെടുത്താൽ 1 പ്ലസ് ഐ എം എന്ന് വരും. താഴെ ഡിനോമിനേറ്ററിൽ രണ്ട് ടേംസിലും എന്തുണ്ട് കോമൺ? രണ്ട് ടേംസിലും എക്സ് സ്ക്വയർ കോമൺ ഉണ്ട്. നമുക്ക് എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണേ? യെസ്. ഇനി എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ് ആയിട്ട് പുറത്ത് വരും. റൂട്ട് ഓഫ് എ ബി റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ആണ്. അതായത് റൂട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് എം സ്ക്വയർ ആണ്. റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ശരിയല്ലയോ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എം സ്ക്വയർ. ഇനി നമുക്ക് എക്സും എക്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. എക്സും എക്സും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ ഇപ്പം തന്നെ എഴുതാം. ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? ബാക്കി ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 പ്ലസ് ഐ എം ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് എം സ്ക്വയർ. ഇപ്പോൾ ലിമിറ്റ് കൊടുക്കാനായിട്ട് ഇവിടെ എക്സ് ഉണ്ടോ? എക്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് എക്സ് പോലും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? 1 പ്ലസ് ഐ എം ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് എം സ്ക്വയർ, വിച്ച് ഇവിടെ എക്സ് ഒന്നും ഇല്ല അല്ലേ? എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ മുകളിലൊരു എക്സ് ഉണ്ടെങ്കിൽ ആൻസർ 0 ആവുള്ളൂ. ഇല്ലാത്ത പക്ഷം വിച്ച് ഡിപ്പെൻസ് ഓൺ വാല്യൂ ഓഫ് എം. എമ്മിൻ്റെ വാല്യൂവിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആൻസർ മാറിക്കൊണ്ടിരിക്കും അല്ലെ? എം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആൻസർ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ z is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. therefore f of z is not continuous at z is equal to 0 അല്ലേ? at z is equal to എന്താണ്? 0. at z is equal to 0. പ്രൂഫ് ആയല്ലോ. f of z is ഡിസ്കണ്ടിന്യൂസ് അറ്റ് എന്താണ്? z is equal to 0. z is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായി? ഡിസ്കണ്ടിന്യൂസ് ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കി വയ്ക്കുക എങ്ങനെയാണ് ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ലിമിറ്റ് ചെയ്യാന്നുള്ളത്. ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. യെസ്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എക്സാമിന് വരിക എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിക്കും. കഴിഞ്ഞ എക്സാമിന് അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 curves cutting orthogonally എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. u is equal to constant, v is equal to constant, family of curves cutting orthogonally ആണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ നമുക്ക് പഠിക്കാനുള്ള കോംപ്ലക്സ് അനാലിസിസിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റുകളിലൊക്കെ കിടക്കുന്ന ഒരു സാധനമാണ്. ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ പലരും വിചാരിച്ചു ഷോ ദാറ്റ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് ഷോ ദാറ്റ് ഒരിക്കലും വരത്തില്ല. അങ്ങനെ സമാധാനിച്ചിരുന്നതാണ് എല്ലാവരും. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഈസിയാണ്. അതായത് ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ MCQ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ട് ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കളക്ട് ചെയ്ത് തരാനുള്ള മെയിൻ റീസൺ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ 1 സെക്കൻഡ് കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയമുണ്ട്. അത് ചെയ്യുന്ന മെത്തേഡ് എന്തായാലും ഞാൻ പഠിപ്പിച്ചു തരും, അതെൻ്റെ ധർമ്മമാണ്. പക്ഷേ ഇത് മുൻപ് കണ്ടിട്ടുള്ള ഒരാൾക്ക് 1 സെക്കൻഡ് കൊണ്ട് ആൻസർ കൈ നീക്കും. അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു 5-6 ഉണ്ട്, അത് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. സോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ w is equal to sin z is analytic everywhere. നിങ്ങൾ വിചാരിക്കും ഈ ഷോ ദാറ്റ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. ഇപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ ഫാമിലി ഓഫ് കർവ്സ് u is equal to constant, v is equal to constant are the family of curves cutting orthogonally എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. 3-4 സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ഇതിലേതാണ് ശരിയും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അറിയാത്തവർക്ക് ഒരു ബുദ്ധിമുട്ട്. അതായത് എല്ലാം നമുക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം, പക്ഷേ ടെക്സ്റ്റിൽ പഠിക്കാനുള്ള ഒരു 5-6 ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ആ ഒരു 6 പഠിച്ചു വയ്ക്കും. ഒരു നഷ്ടവും ഇല്ലാത്തൊരു കേസാണ്. കാരണം ഒരെണ്ണം ചെയ്ത് നോക്കാൻ നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 3 മിനിറ്റ് 2-3 മിനിറ്റ് എങ്ങനെ പോലും എടുക്കും. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പൊക്കെ എഴുതി ഒന്ന് മനസ്സിലാക്കി ചെയ്ത് നോക്കാൻ. പക്ഷേ ടെക്സ്റ്റിൽ പറയുന്ന 3-4-5
സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ ആണ്. പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന സാധനം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്, ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് മോഡുലസ് ഇസ് എ കോൺസ്റ്റൻറ്റ്, ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആർഗ്യുമെൻറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ പ്രൂവ് ദാറ്റ് ആണ്. നമ്മളത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ചെയ്ത് കാണിച്ചു തരും. പക്ഷേ ഉറപ്പായിട്ടും ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഡബിളാണ്. കാരണം ഇത്രയേ ഉള്ളൂ, 1 സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടും. ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് വരാണ്. അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റൻറ്റ്, അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോൺജുഗേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ശരിയായിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് ഇനി ഏറ്റവും ഒരു ബോണസ് പോയിന്റ് കിട്ടുകയാണ്. ഒരു 4 എണ്ണം തെറ്റും ഒരു 3 എണ്ണം തെറ്റ് പറഞ്ഞാൽ ശരിയും തന്നു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ളത് നിങ്ങൾ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടത്തില്ലേ? ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. അത് കാണാൻ പഠിച്ചു വെച്ചാൽ ഏറ്റവും ബെറ്ററാണ്. കാരണം കഴിഞ്ഞ വർഷം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാരണം. അത് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റനാണ്. ശ്രദ്ധിക്കണേ. അപ്പം സൈൻ ഇസഡ് ഈസ് അനലിറ്റിക് എവരിവെയർ. പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് അപരിചിതനായ ഫംഗ്ഷനൊന്നും അല്ലല്ലോ സൈൻ ഇസഡ് എന്ന് പറയുന്നത്. സൈൻ ഇസഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സൈൻ കോസ് ഇസഡ് ആയാലും ടാൻ ഇസഡ് ആയാലും എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും അനലിറ്റിക് ആണ്. ശ്രദ്ധിക്കണേ, സൈൻ ഇസഡ് ഈസ് അനലിറ്റിക് എവരിവെയർ. നോക്കാം. W ഇസ് ഈക്വൽ ടു സൈൻ ഇസഡ്. ഇതെങ്ങനെ ഒന്ന് തെളിയിച്ച് കാണിക്കാൻ പറ്റും? അതായത് ഒരു മെത്തേഡ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. W എന്ന് പറഞ്ഞാൽ എവിടെ കണ്ടാലും നമുക്ക് എന്ത് കൊടുക്കാം? U പ്ലസ് IV കൊടുക്കാം. Z എന്ന് പറഞ്ഞ് എവിടെ കണ്ടാലും നമുക്ക് എന്ത് കൊടുക്കാം? X പ്ലസ് IY കൊടുക്കാം. ശരിയാണല്ലോ? ഇനി വേണ്ട W കാണുന്ന സ്ഥലത്തോട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? W കാണുന്ന സ്ഥലത്തോട്ട് U പ്ലസ് IV കൊടുക്കുകയാണ്. സൈൻ Z കാണുന്ന സ്ഥലത്തോട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? X പ്ലസ് IY കൊടുക്കുകയാണ്. ഓക്കെ ആണേ. ഇനിയിപ്പോൾ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? സൈൻ ഓഫ് A പ്ലസ് ബി, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി എന്താണ്? സൈൻ ഓഫ് A പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ പ്ലസ് ബി എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സോ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? യു പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് ഐ വൈ പ്ലസ് കോസ് എക്സ് സൈൻ ഐ വൈ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളി ഫംഗ്ഷൻസ് ബേസിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് എച്ച് വൈ ആണ്. എച്ച് വൈ എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളി ഫംഗ്ഷൻ്റെ ആണ് കേട്ടോ. സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ ആണ്. കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എച്ച് വൈ ആണ്. സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സൈൻ എച്ച് വൈ ആണ്. ഇതൊക്കെ എക്സ്ട്രാ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗം വരും. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് കിട്ടും? യു പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് ഐ വൈക്ക് പകരം കോസ് എച്ച് വൈ. സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ ആണ്. ഐ ഞാൻ ആദ്യമേ ഇട്ടു. കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഐ ഞാൻ ആദ്യമേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐ സൈൻ എച്ച് വൈ ആണ്. ഐ ഞാൻ പ്രെയറായിട്ട് ഇതിന് മുൻപായിട്ട് ഐ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുക. യു എന്ന് പറയുന്ന ആൾ ഇതാണ്, വി എന്ന് പറയുന്ന ആൾ ഇതാണ് അല്ലേ. ഇക്വേറ്റിംഗ് എന്താണ്? ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. റിയൽ പാർട്സും ഇമാജിനറി പാർട്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. യു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ. വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഓക്കെ, ഇപ്പോൾ യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. കോച്ചി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. കോച്ചി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും അല്ലേ. കോച്ചി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അനലിറ്റിക് ആയിരിക്കും. നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, ഇങ്ങോട്ട് തന്നെ എഴുതാം. യു വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കണം ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരിക്കണം അല്ലേ. കോച്ചി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആയിരിക്കണം, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരിക്കണം. യു എക്സ് കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? കോസ് എക്സ്. ബാക്കി കോസ് എച്ച് വൈ അതേപോലെ തന്നെ, കാരണം അത് ഫംഗ്ഷൻ ഓഫ് വൈ ആണല്ലോ. ഇനി വി വൈ കണ്ടുപിടിക്കുക.
വി വൈ, വിനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ, സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ. ഓക്കെ, ഇനി അടുത്ത യു വൈ കണ്ടുപിടിക്കുക. യു വൈ സൈൻ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ, അവിടെ മൈനസ് ഇല്ല കേട്ടോ. കോസിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, പക്ഷേ കോസ് ഹൈപ്പർബോളിക് ആണെങ്കിൽ മൈനസ് ഇല്ല, പ്ലസ് തന്നെയാണ്. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എച്ച് വൈ തന്നെയാണ്, തെറ്റിക്കരുത് കേട്ടോ. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണേ. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ്, സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ ആണ്. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ ആണ്. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എച്ച് വൈ ആണ്. ഓക്കെ, ഇനി വി എക്സ് കണ്ടുപിടിക്കാം. വിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആവും. എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്, ഹൈപ്പർബോളിക് ആണെങ്കിൽ മൈനസ് മാറും കേട്ടോ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആവും, ബാക്കി എന്താണ്? സൈൻ എച്ച് വൈ. ഇനി നിങ്ങൾ നോക്കിക്കേ, യു എക്സും വി വൈയും സെയിം അല്ലേ? കോസ് എക്സ് കോസ് എച്ച് വൈ, കോസ് എക്സ് കോസ് എച്ച് വൈ. യു വൈയും വി എക്സും ഓപ്പോസിറ്റ് അല്ലേ? സൈൻ എക്സ് സൈൻ എച്ച് വൈ, സൈൻ എക്സ് സൈൻ എച്ച് വൈ ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ദെർഫോർ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണെന്ന് പറയാം. അതേപോലെ യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണെന്ന് പറയാം. ഇതാണ് കോഷി-റീമാൻ ഇക്വേഷൻസ്. ഇപ്പോൾ കോഷി-റീമാൻ ഇക്വേഷൻസ് എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഉറപ്പിച്ചും തറപ്പിച്ചും നമുക്ക് പറയാം എന്താണ്? W is equal to sin Z is an analytic function. അപ്പം കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അപ്പോൾ അനലിറ്റിക് ആണെന്ന് ഷോ ചെയ്യാൻ പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, അനലിറ്റിക് ആണ്, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി കോസിയാർ ഇക്വേഷൻ അതോ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇച്ചിരി സ്പീഡപ്പ് ആക്കാം അല്ലേ? ഒരേ പാറ്റേണിലെ ക്വസ്റ്റ്യൻ ആണ്, ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരല്പം സ്പീഡ് കൂട്ടാണ്. W is equal to cos Z. W എന്ന് പറഞ്ഞാൽ u plus iv. cos Z എന്ന് പറഞ്ഞാൽ x plus iy. cos of a plus b. cos of a plus b എന്താണ്? cos a cos b മൈനസ് sin a sin b. ഓക്കെ, അതിവിടെ അപ്ലൈ ചെയ്യുമ്പം cos x cos iy മൈനസ് sin x sin iy. cos x ഇൻറ്റു cos iy ആണ് cos hy മൈനസ് sin iy ആണ് I sin hy. I നേരെ പുറത്തിറങ്ങും. sin x ഇൻറ്റു sin hy. ഇതാണ് u പ്ലസ് iv. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. u is equal to cos x ഇൻറ്റു cos hy. v is equal to മൈനസ് എടുക്കാൻ മറന്നു പോരുത്, മൈനസ് sin x ഇൻറ്റു sin hy. ux is equal to x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. cos x ഡെറിവേറ്റീവ് മൈനസ് sin x ഇൻറ്റു cos hy. vy y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. മൈനസ് sin x ഇൻറ്റു sin hyയുടെ ഡെറിവേറ്റീവ് എന്താണ്? cos hy. uy y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. cos x ഇൻറ്റു cos hyയുടെ ഡെറിവേറ്റീവ് sin hy. മൈനസ് ഇല്ല, ഓർക്കണം, ഹൈപ്പർബോളിക് ആണ്. vx x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. മൈനസ് sin xന്റെ ഡെറിവേറ്റീവ് cos x sin hy. നോക്കിക്കേ, യു എക്സും വി വൈയും രണ്ടും സെയിം ആണ്. ഇവിടെ രണ്ടും സെയിം ആണ്, ഓപ്പോസിറ്റും ആണ്. യു എക്സ് മൈനസ് sin x cos hy മൈനസ് sin x cos hy. അവിടെ നിന്ന് എന്ത് എഴുതാൻ പറ്റും? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ. cos x sin hy cos x sin hy സെയിം ആണ്, ഒരു മൈനസ് ഉണ്ട് ഇവിടെ, ഇപ്പോൾ ഓപ്പോസിറ്റും ആണ്. അപ്പോൾ യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. അപ്പോൾ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. എന്ത് സാറ്റിസ്ഫൈഡ് ആയി? കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ്. കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ w is equal to cos z is analytic everywhere. everywhere എന്തായിരിക്കും? ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം, സമാനമായ ചോദ്യം.
അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. സൈൻ ഇസഡ് ഇസ് അനലിറ്റിക് എവരിവെയർ, കോസ് ഇസഡ് ഇസ് അനലിറ്റിക് എവരിവെയർ. അടുത്ത ഇ റൈസ് ടു ഇസഡ്. ഇ റൈസ് ടു ഇസഡ് അനലിറ്റിക് ആണോ എന്ന് എങ്ങനെ വെരിഫൈ ചെയ്യും? നമുക്ക് ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ABCD ആയിട്ട് തരും. എന്നിട്ട് അത് ഏതൊക്കെയാണോ ശരിയോ തെറ്റോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാൻ അറിയണമല്ലോ. അത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലും നമുക്കിത് ചെയ്ത് നോക്കാൻ അറിയണം. ഓക്കെ, അറിയണമെങ്കിൽ ഇത് ചെയ്ത് പരിശീലിക്കണം. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ചെയ്തപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. നോക്ക് അടുത്ത W ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ്. W എന്ന് പറഞ്ഞാൽ U പ്ലസ് IV ആണ്. ഇ റൈസ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ X പ്ലസ് IY ആണ്. ഓക്കെ ആണേ. നമുക്ക് A റൈസ് ടു M പ്ലസ് Nനെ നമുക്ക് A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു N എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പം U പ്ലസ് IV ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു X ഇൻറ്റു ഇ റൈസ് ടു IY എന്ന് എഴുതാം. ഇനി നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻ എന്താണ്? ഓയിലേഴ്സ് ഇക്വേഷൻ ഇ റൈസ് ടു I തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ആണ് ഓയിലേഴ്സ് ഇക്വേഷൻ. അപ്പോൾ ഇ റൈസ് ടു IY എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് Y പ്ലസ് I സൈൻ Y അല്ലെ? കോസ് Y പ്ലസ് I സൈൻ Y ആണ് ഇ റൈസ് ടു IY എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U പ്ലസ് IV ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു X ഇൻറ്റു കോസ് Y പ്ലസ് I സൈൻ Y. സോ U പ്ലസ് IV ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇ റൈസ് ടു X ഇൻറ്റു കോസ് Y പ്ലസ് I ഇൻറ്റു ഇ റൈസ് ടു X ഇൻറ്റു സൈൻ Y. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. റിയൽ പാർട്സും ഇമാജിനറി പാർട്സും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക അല്ലേ? ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. റിയൽ പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ U ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? U ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു X കോസ് Y. ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ V ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു X സൈൻ Y. ഇനി നമുക്ക് എന്ത് വെരിഫൈ നോക്കാം? കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ ഇവിടെ നമുക്ക് വെരിഫൈ നോക്കാം. ശ്രദ്ധിക്കണേ. U ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു X കോസ് Y. V ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു X സൈൻ Y. X എടുക്കുമ്പോൾ എന്താണ്? X കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക അല്ലേ? ഇ റൈസ് ടു Xൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു X തന്നെ, കോസ് Y കോൺസ്റ്റന്റ്. Y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, സൈൻ Yയുടെ ഡെറിവേറ്റീവ് കോസ് Y. Y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, ഇ റൈസ് ടു X ഇൻറ്റു കോസ് Yയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ Y. X കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, ഇ റൈസ് ടു Xൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു X തന്നെ, സൈൻ Y കോൺസ്റ്റന്റ്. ഇനി നിങ്ങൾ നോക്കിക്കേ, UXും VYയും സെയിം ആയോ? ഇ റൈസ് ടു X കോസ് Y, ഇ റൈസ് ടു X കോസ് Y സെയിം ആണ്. അപ്പോൾ എന്തെഴുതാം? UX ഇസ് ഈക്വൽ ടു VY. ഇ റൈസ് ടു X സൈൻ Y, ഇ റൈസ് ടു X സൈൻ Y സെയിം ആണ്. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഓപ്പോസിറ്റും ആണ്. അപ്പോൾ UY ഇസ് ഈക്വൽ ടു മൈനസ് VX. ഇതാണ് CR ഇക്വേഷൻസ് അല്ലേ? CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ്. കോഷി-റീമാൻ ഇക്വേഷൻസ് എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. Therefore the given function W is equal to e raised to Z is analytic everywhere അല്ലേ? everywhere എല്ലായിടത്തും എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? അനാലിറ്റിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ പ്രൂവ് ദാറ്റ് ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക് എവരിവെയർ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എല്ലായിടത്തും അനാലിറ്റിക് ആണ് എന്ന് തെളിയിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഐഡന്റിറ്റി ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമ്മുടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ? W ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇവിടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കൊടുക്കുന്ന ആളിനെ തന്നെ തിരിച്ചു കിട്ടുവാണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. കൊടുക്കുന്ന ആളിനെ തന്നെ തിരിച്ചു കിട്ടുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതായത് നമുക്ക് അറിയാം, ഇത് 2 ഡയമെൻഷൻ ആണ്. W ഇസ് ഈക്വൽ ടു X പ്ലസ് I അല്ലെങ്കിൽ U പ്ലസ് IV എന്നൊക്കെ പറഞ്ഞാൽ 2 ഡയമെൻഷൻ ആണ്. നമ്മളിപ്പം എഫ് ഓഫ് X ഈക്വൽ ടു X എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ, സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കർമ്മ ഇസ് എ ബൂമറാങ് എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ചടിയായിട്ട് തിരിച്ചു കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് വരും, തിന്മ ചെയ്താൽ തിന്മ വരും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ള സംഭവമാണ് ഈ പറയുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്താണോ കൊടുക്കുന്നത് തന്നെ തിരിച്ചു കിട്ടും. ഓക്കെ,
അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ? ഇവിടെ കോംപ്ലക്സ് അനാലിസിസിൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ആണ്. ഇസഡ് കൊടുത്താൽ ഇസഡിനെ തിരിച്ചു കിട്ടും. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഫസ്റ്റിലെ നമ്മൾ പറഞ്ഞ സാധനമാണ്. ഈ എഫ് ഓഫ് ഇസഡിന് പകരം എന്ത് കൊടുക്കാം? യു പ്ലസ് ഐ വി കൊടുക്കാം. ഇസഡ് നമുക്കറിയാം അല്ലേ, ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, എക്സ് പ്ലസ് ഐ വൈ ആണെന്നറിയാം. എക്സ് പ്ലസ് ഐ വൈ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വി. ഡബ്ല്യു തന്നെയാണ് നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. റിയൽ പാർട്സ് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്താൽ യു ഇസ് ഈക്വൽ ടു എക്സ്, വി ഇസ് ഈക്വൽ ടു വൈ. ശരിയാണല്ലോ, യു ഇസ് ഈക്വൽ ടു എക്സ്, വി ഇസ് ഈക്വൽ ടു വൈ. റിയൽ ആൻഡ് ഇമാജിനറി പാർട്സുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വെരിഫൈ ചെയ്ത് നോക്കണം? കോച്ചി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്ത് നോക്കണം. എന്താണ് കോച്ചി-റീമാൻ ഇക്വേഷൻ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറയുന്നതാണ് കോച്ചി-റീമാൻ ഇക്വേഷൻ. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ യു എക്സ്, എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. വി വൈ, വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1. അതിനെ അടുത്ത് യു വൈ, എക്സിനെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ 0. വി എക്സ്, വൈയെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ 0. സെയിം ആണ്. ഇവിടെ 0യും 0യും 0ക്ക് സൈൻ പ്രശ്നമല്ലല്ലോ, പ്ലസും മൈനസും പ്രശ്നമല്ലാത്തതുകൊണ്ട് നമുക്ക് 0 ഈക്വൽ ടു മൈനസ് 0 എന്നൊക്കെ എഴുതിയാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ എന്ന് നമുക്ക് എഴുതാം. 1ഉം 1ഉം സെയിം ആണ്. ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. എന്തുകൊണ്ട്? 0 ആയതുകൊണ്ട് മാത്രം. 0 ആയതുകൊണ്ട് മാത്രം സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? കോച്ചി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമുക്ക് ക്ലിയർലി എന്ത് പറയാം? ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക് എവരിവെയർ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും എന്താണ്? അനാലിറ്റിക് ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കാം. യെസ്, ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാനുള്ളത്. പ്രൂവ് ദാറ്റ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ with constant modulus is constant. Constant modulus is constant. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ മോഡുലസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ അനലിറ്റിക് ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കണം. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആർഗ്യുമെൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് റിയൽ പാർട്ട് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ അത് അനലിറ്റിക് ആണ്, സൈൻ ഇസഡ്, ഇ റൈസ് ടു ഇസഡ്, കോസ് ഇസഡ് ഒക്കെ അനലിറ്റിക് ആണ്. ഇതൊക്കെ അറിഞ്ഞു വെക്കുകയും കൂടെ വേണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യനായിട്ട് മാത്രമല്ല, സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് അറിഞ്ഞു വെക്കുകയും കൂടെ വേണം. പ്രൂവ് ദാറ്റ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് മോഡുലസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നെടുക്കാം. ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് മോഡുലസ്, കോൺസ്റ്റൻറ്റ് മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് ഡബ്ല്യു. മോഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഇതെന്താണെന്നാണ് അവർ പറയുന്നത്? കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ? ഇത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. കോൺസ്റ്റൻറ്റ് നമുക്ക് വേണമെങ്കിൽ കെ എന്നോ വല്ലതും എടുക്കാം. ഓക്കെ, അതായത് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? കെ. അവിടുന്ന് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണല്ലോ? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ അതിൻ്റെ മോഡുലസ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴുള്ള കണ്ടീഷനാണിത്. അങ്ങനെയാണെങ്കിൽ ഈ അനലിറ്റിക് ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. അനലിറ്റിക് ആണോ എന്ന് ചോദിക്കുന്നില്ല, അനലിറ്റിക് ആണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം എന്താണ്? കോച്ചി-റീമാൻ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. കോച്ചി-റീമാൻ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. കോച്ചി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണെന്ന് പറയാം, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണെന്നും പറയാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു യു എക്സോ യു വൈയോ ഒന്നും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ആദ്യമേ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ യുവിൻ്റെ ഡെറിവേറ്റീവ് യു എക്സ്. ഈ റൂളിനെ വിളിക്കുന്ന പേരെന്തോ? ചെയിൻ റൂൾ അല്ലേ? ചെയിൻ റൂൾ. ഇവിടെ വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ വിയുടെ ഡെറിവേറ്റീവ് വി എക്സ്, കെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സെറ്റാണ്.
സോ അവിടെ നിന്ന് 2u ഇൻറ്റു യു എക്സ് ഈ ടേം നേരെ അപ്പുറം കൊണ്ടുപോകാം, മൈനസ് 2v ഇൻറ്റു വി എക്സ് എന്നെഴുതാം. 2 2 ക്യാൻസൽ ചെയ്യാം. സോ യു ഇൻറ്റു യു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു വി എക്സ്. ഇവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? വൈ. വൈ കൊണ്ട് ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ യു വൈ. നമുക്കറിയാം യു എസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെന്ന് നമ്മൾ ഫസ്റ്റിലേ പഠിച്ചതാണ്. പ്ലസ് വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v, വിയുടെ ഡെറിവേറ്റീവ് എന്താണ്? വി വൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0. മുമ്പത്തെ പോലെ തന്നെ ചെയ്യാം. 2u ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു ഇതപ്പുറം പോകുമ്പോൾ മൈനസ് 2v ഇൻറ്റു വി വൈ. 2 2 ക്യാൻസൽ ചെയ്യാം. യു ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു വി വൈ. ഇക്വേഷൻ നമ്പർ 2. യു ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു വി വൈ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 ഇക്വേഷൻസ് നമ്മുടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്, 2 ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് യു ഇൻറ്റു യു എക്സ് ആണ് അല്ലേ? സോ യു ഇൻറ്റു യു എക്സ് ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് യു ഇൻറ്റു യു വൈ. ഇക്വേഷൻ നമ്പർ 1ൻ്റെ റൈറ്റ് സൈഡ് മൈനസ് വി ഇൻറ്റു വി എക്സ് ആണ്, മൈനസ് വി ഇൻറ്റു വി എക്സ്. ഇക്വേഷൻ നമ്പർ 2ൻ്റെ റൈറ്റ് സൈഡ് മൈനസ് വി ഇൻറ്റു വി വൈ. യു യു ക്യാൻസൽ, മൈനസ് മൈനസ് ക്യാൻസൽ, വി വി ക്യാൻസൽ. യു എക്സ് ബൈ യു വൈ ഇസ് ഈക്വൽ ടു വി എക്സ് ബൈ വി വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടേക്കാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ മഹത്വം ബൃഹത്വമായ CR ഇക്വേഷൻസ്, കോച്ചി-റീമാൻ ഇക്വേഷൻസ്. എന്താണ് നമ്മുടെ കോച്ചി-റീമാൻ ഇക്വേഷൻ? യു എക്സ് എന്ന് പറഞ്ഞാൽ വി വൈ ആണ്, യു വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വി എക്സ് ആണ്. ഓക്കെ, ആദ്യമേ നമ്മൾ പൂർണ്ണമായിട്ടും യുവിലേക്ക് മാറ്റുന്ന രീതിയിൽ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. യു എക്സ് എന്ന് പറഞ്ഞാൽ യു എക്സ് ബൈ യു വൈ ഇസ് ഈക്വൽ ടു വി എക്സിന് പകരം നോക്കടാ, വി എക്സിന് പകരം ഈ മൈനസ് ഇപ്പുറം കൊടുത്താൽ മൈനസ് യു വൈ എന്ന് കൊടുക്കാം. വി വൈക്ക് പകരം യു എക്സ് എന്ന് കൊടുക്കാം. ശരിയല്ലേ? വി വൈക്ക് പകരം യു എക്സ് എന്ന് കൊടുക്കാം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ട് യുവിലേക്ക് മാറ്റി അല്ലേ? പൂർണ്ണമായിട്ടും യുവിലേക്ക് മാറ്റി. ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? യു എക്സിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഉണ്ട്, യു വൈ ഇൻറ്റു യു വൈ എന്ന് പറഞ്ഞാൽ യു വൈൻ്റെ സ്ക്വയർ. ഇതിപ്പുറം എടുത്താൽ യു എക്സിൻ്റെ സ്ക്വയർ പ്ലസ് യു വൈൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ മീനിങ് എന്താണ്? നമുക്കറിയാം യു എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. യു എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് അല്ലേ? യു എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് യു എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമുക്കറിയാവുന്ന സാധനമാണ്. ഇതിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പം എനിക്ക് ഇത് ഇപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? എയും 0 ആവണം, ബിയും 0 ആവണം. ഈ ഒരു ഒറ്റ കണ്ടീഷനിൽ ഇത് സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0 ആവുന്ന എപ്പോഴാണ്? എയും 0 ആവണം, ബിയും 0 ആവണം. ശരിയല്ലേ? അല്ലാതെ വേറെ ഏത് സംഖ്യ നിങ്ങൾ എക്കും ബിക്കും കൊടുത്തോ, സ്ക്വയർ ഏത് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും 0 വരത്തില്ല. ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ കൂട്ടി 0 കിട്ടുന്ന കാര്യം ഓക്കെ എന്ന് പറയാം. പക്ഷെ സ്ക്വയർ ഉള്ളത് കൊണ്ട് രണ്ടുപേരും 0 ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഉത്തരം 0 കിട്ടത്തുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സെപ്പറേറ്റ്ലി ഇവർ രണ്ടുപേരും 0 ആവണം. യു എക്സ് എന്ന് പറയുന്ന ആളും 0 ആവണം, യു വൈ എന്ന് പറയുന്ന ആളും 0 ആവണം. ഓക്കെ, യു എക്സ് 0 ആണെന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈയും 0 ആണ്. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പോഴും 0, വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പോഴും 0. ദാറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വൈയെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പോഴും ആൻസർ 0, y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പോഴും ആൻസർ 0. സോ ദാറ്റ് ക്ലിയർലി വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിസ്സംശയം പറയാം, എക്സും ഇല്ല വൈയും ഇല്ലെങ്കിൽ പിന്നെ അവനൊരു കോൺസ്റ്റന്റ് ആവാനേ വഴിയുള്ളൂ അല്ലെ? എക്സും വൈയും ഉള്ളപ്പോഴാണ് വേരിയബിൾ ഉള്ളത്, വേരിയബിൾ ഉള്ളപ്പോഴാണ് ഫംഗ്ഷൻ ആവുന്നത്. ഫംഗ്ഷൻ അല്ലാത്ത പക്ഷം അവൻ ആരായിരിക്കണം?
കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലേ. therefore clearly we can say that u is equal to constant. പക്ഷേ നമ്മളോട് ആ അനലൈറ്റിക് ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റന്റ് ആണെന്ന് പറയാനാ ക്വസ്റ്റ്യൻ. u is equal to u പ്ലസ് ശ്രദ്ധിച്ചിരിക്കുക, w is equal to u പ്ലസ് iv എന്ന് പറയുന്ന ആ അനലൈറ്റിക് ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ u കോൺസ്റ്റന്റ് ആയി. ഒരു അനലൈറ്റിക് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആവുന്ന എപ്പോഴാണ്? വിയും കൂടെ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് അല്ലേ. വിയും കൂടെ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് അനലൈറ്റിക് ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആവുന്നത്. കോൺസ്റ്റന്റ് റിയൽ പാർട്ടും ആയിരിക്കണം, കോൺസ്റ്റന്റ് ഇമാജിനറി പാർട്ടും ആയിരിക്കണം. രണ്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ അനലൈറ്റിക് ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി വി കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ വഴിയുണ്ട്. സമാനമായ വഴി നമുക്ക് സ്വീകരിക്കാം. നോക്കിക്കേ, രണ്ട് ഈ സാധനം, രണ്ട് ഇതാണ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ ഒരു സാധനം അല്ലേ. യു എക്സ് ബൈ യു വൈ ഇസ് ഈക്വൽ ടു എന്താണ്? വി എക്സ് ബൈ വി വൈ. ഇവിടെ നമ്മൾ സി ആർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ്? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് സി ആർ ഇക്വേഷൻ. നേരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും എന്തിലേക്ക് മാറ്റിയാണ് ചെയ്തത്? പൂർണ്ണമായിട്ട് യുവിലേക്ക് മാറ്റിയിട്ടാണ് യു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. ഇനി പൂർണ്ണമായിട്ട് വിയിലേക്ക് മാറ്റി വി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. പൂർണ്ണമായിട്ട് വിയിലേക്ക് മാറ്റുമ്പം യു എക്സിന് പകരം വി വൈ കൊടുക്കാം, ഡിവൈഡഡ് ബൈ യു വൈക്ക് പകരം മൈനസ് വി എക്സ് കൊടുക്കാം, ഈക്വൽ ടു വി എക്സ് ബൈ വി വൈ. ക്രോസ് ചെയ്യുമ്പോൾ വി വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വി എക്സിൻ്റെ സ്ക്വയർ. മൈനസ് ഇപ്പുറം വരുമ്പോൾ വി എക്സിൻ്റെ സ്ക്വയർ പ്ലസ് വി വൈൻ്റെ സ്ക്വയർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വി എക്സും 0 ആവണം, വി വൈയും 0 ആവണം. രണ്ടുപേരും സെപ്പറേറ്റ്ലി 0 ആയിക്കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. വി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് എഴുതിയാൽ കുറെ കൂടെ ഉത്തമമാണ്. വി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആൻഡ് വൈ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ യുവും കോൺസ്റ്റന്റ് ആയി, നമ്മുടെ ഭാഗ്യത്തിന് വിയും കോൺസ്റ്റന്റ് ആയി അല്ലേ. വി എന്ന് പറയുന്ന ആളും കോൺസ്റ്റന്റ് ആയി. അപ്പം an analytic function with constant modulus is constant എന്ന് തെളിയിക്കപ്പെട്ടു അല്ലേ. അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് മോഡുലസ്. അപ്പോൾ ഇവിടെ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം, എല്ലാം ഒന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പം പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അവരിങ്ങനെ പറയും, അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് മോഡുലസ് ഇസ് എ കോൺസ്റ്റന്റ്. അത് നേരത്തെ ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് അത് ശരിയാണെന്ന് അറിയാൻ പറ്റും. അല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കേണ്ടി വരും. നമ്മൾ പഠിക്കുന്നത് തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഇപ്പോൾ പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ച് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം വേണമെങ്കിൽ അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് മോഡുലസ് കോൺസ്റ്റന്റ് ചോദിക്കാം, കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് കോൺസ്റ്റന്റ് ചോദിക്കാം, കോൺസ്റ്റന്റ് കോൺജുഗേറ്റ് കോൺസ്റ്റന്റ് ചോദിക്കാം. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ എല്ലാ പോസിബിലിറ്റി നമ്മൾ അതിനുവേണ്ടി നമ്മൾ ബേസിൽ പഠിപ്പിച്ച ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് ഓൺ അല്ലെങ്കിൽ ഓൾ ദ കൺസെപ്റ്റ്സ് ബിഹൈൻഡ് എന്താണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ്. അതിനകത്ത് ഏത് ഓപ്പറേഷൻ അനുസരിച്ച് വേണമെങ്കിലും അവർക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. അതെല്ലാ പോസിബിലിറ്റീസും ചെയ്ത് നോക്കി പഠിച്ചു വെച്ചിട്ടുള്ള ഒരാൾക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വേരിഫിക്കേഷൻ ടെക്നിക്ക് കോച്ചി-റീമാന്റെ സഹായത്തോടു കൂടി ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് നമുക്ക് കോൺസ്റ്റന്റ് ആർഗ്യുമെന്റും കൂടെ ഒന്ന് നോക്കാം. അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് prove that an analytic function with constant argument is constant. Constant argument is constant. Argument constant ആണെങ്കിൽ അനലൈറ്റിക് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് തെളിയിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് മുമ്പത്തെ പോലെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോത്തേ ഉള്ളൂ. W is equal to u plus iv ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. പിന്നെ കോംപ്ലക്സ് ഫംഗ്ഷൻ, ഇതിൻ്റെ ആർഗ്യുമെന്റ് ഓഫ് W എന്ന് പറയുന്നത് എന്താണ്? tan ഇൻവേഴ്സ് v ബൈ u ആണ്. ഇത് കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് v ബൈ u is equal to tan ഇൻവേഴ്സ് അപ്പുറം പോയാൽ tan k എന്ന് കിട്ടും. v is equal to u tan k എന്ന് കിട്ടും അല്ലേ. v is equal to u tan k. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് ടാൻ കെ എന്ന് വരും. ടാൻ കെ ഇസ് എ കോൺസ്റ്റന്റ്. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വി വൈ ഇസ് ഈക്വൽ ടു വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വി വൈ ഇസ് ഈക്വൽ ടു യു വൈ ടാൻ കെ എന്ന് വരും. ഓക്കെ ആണേ. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ വി എക്സ് ബൈ വി വൈ ഇസ് ഈക്വൽ ടു യു എക്സ് ബൈ യു വൈ എന്ന് വരും. ഇവിടെയും ടാൻ കെ ഉണ്ട്, താഴെയും ടാൻ കെ ഉണ്ട്. ടാൻ കെയും തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്യും. അതായത് വി എക്സ് ബൈ
vy is equal to ux divided by uy എന്ന് വരും. മുമ്പേ ചെയ്ത അതേ സാധനം തന്നെ അല്ലേ? രണ്ട് ഇതേ സംഭവം തന്നെ വന്നില്ലേ? vx by vy is equal to ux by uy. ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് യുവും കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ പറ്റും, വിയും കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ തൊട്ട് ബാക്കി സെയിം സ്റ്റെപ്പാണ് വരുന്നത് കേട്ടോ. ഇത് എഴുതിയതിന് ശേഷം പിന്നെ CR ഇക്വേഷൻ എഴുതുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ബാക്കി ഇത്രയും, അതായത് ഇവിടെ മുതൽ ഫ്രം ദിസ് സ്റ്റെപ്പ് ഓൺവേർഡ്സ് പിന്നെ ഈ സ്റ്റെപ്പുകൾ, പിന്നെ എന്നിട്ട് ഇത്രയും സ്റ്റെപ്പ്. അവസാനം നമുക്ക് പറയാം ഇത് കോൺസ്റ്റൻ്റ് ആണ്, വിയും കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അനലിറ്റിക് ഫംഗ്ഷൻ മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആയി. ബാക്കി ചെയ്യേണ്ടല്ലോ, ബാക്കി കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബാക്കി തന്നെയാണ്. ഓക്കെ, vx by vy is equal to ux by uy. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പരിപാടി എളുപ്പമാണ് അല്ലേ? ഇത് ചെയ്തു വരുമ്പം ഇവിടെ നമ്മൾ കോച്ചി-റീമാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ u is equal to കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും, അതേപോലെ v is equal to കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും അല്ലേ? കോച്ചി-റീമാൻ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ u is equal to കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും, അതേപോലെ v is equal to കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പം നമുക്ക് ക്ലിയർലി എന്ത് പറയാം? an analytic function with a constant argument is also a constant എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് റിയൽ പാർട്ട് ആണെങ്കിലും കോൺസ്റ്റൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. ഇത് നമ്മൾ ഇത്രയും നേരം ചെയ്തത് വെച്ചുകൊണ്ട് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റൻ്റ് റിയൽ പാർട്ട് ഈസ് ഓൾസോ എ കോൺസ്റ്റൻ്റ്. ശ്രദ്ധിക്കണേ, find the value of a so that u is equal to xy plus a x square minus y square is harmonic. ഇതെന്താണെന്നാണ് പറയുന്നത്? നമ്മളോട് ഹാർമോണിക് ആണ് എന്നാണ് പറയുന്നത്. ഹാർമോണിക് ആണെങ്കിൽ എ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ശരിയല്ലേ? ഹാർമോണിക് ആണെങ്കിൽ എ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കണേ, ഹാർമോണിക് ആണോ എന്നുള്ള കണ്ടീഷൻ എന്താണ്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലേ? ലാപ്ലേസ് ഹാർമോണിക് ആണെന്ന് പറയുന്നുണ്ട്, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ആണെന്ന് പറയാം. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അനലൈറ്റിക് ആയതുകൊണ്ട് ഹാർമോണിക് ഇക്വേഷൻ 100%, ഹാർമോണിക് ആയതുകൊണ്ട് നമ്മുടെ ലാപ്ലേസ് ഇക്വേഷൻ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. ആദ്യമേ ഡോ യു ബൈ ഡോ എക്സ് നോക്കാം. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈ കോൺസ്റ്റൻറ്റ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, കൂട്ടത്തിലൊരു എ ഉണ്ട്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, ഒന്നും കൂടെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. വൈയുടെ ഡെറിവേറ്റീവ് 0, 2a കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും. അപ്പോൾ ദ ഫൈനൽ ആൻസർ വിൽ ബിക്കം 2a. അപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2a ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്ത് നോക്കുക? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ വേണം. അതിനുവേണ്ടി ആദ്യമേ ഡോ യു ബൈ ഡോ വൈ എടുക്കുക. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക അല്ലേ? വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? വൈയുടെ ഡെറിവേറ്റീവ് 1 ആവും, എക്സ് കോൺസ്റ്റൻറ്റ്, പ്ലസ് എ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൊത്തത്തിൽ 0 ആവും. എ കോൺസ്റ്റൻ്റ് ആണ്, എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2y. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. സോ ദ ആൻസർ വിൽ ബിക്കം എക്സ് മൈനസ് 2y. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ, ഒന്നും കൂടെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ ആണേ? അവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, -2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. ആൻസർ എന്ത് വരും? -2. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് പകരം 2a, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിന് പകരം -2 ഈക്വൽ ടു 0. അവിടുന്ന് 2a is equal to -2 ഇപ്പുറം വരുമ്പോൾ 2 വരും. a is equal to 2/2. 2/2 എത്രയാണ്? 1. സോ a is equal to 1 ആണ് ആൻസർ വരിക അല്ലേ? a is equal to 1 ആണ് ആൻസർ വരിക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഹാർമോണിക് ആണെന്ന് പറയും. ഹാർമോണിക് ആണെങ്കിൽ ഇതേപോലെ k എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ a എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റോ ഒക്കെ അതിനിടയിൽ അവർ തള്ളി കയറ്റുന്നുണ്ടാവും. എന്നിട്ട് ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. ഹാർമോണിക് ആണെങ്കിൽ ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ടാവുക. ഓക്കെ ആണേ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ ഹൂസ് റിയൽ പാർട്ട് ഈസ് e റൈസ് ടു എക്സ് കോസ് വൈ. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിയൽ പാർട്ട് തന്നിട്ട് ആ ഫംഗ്ഷനെ തന്നെ തിരിച്ച് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, റിയൽ പാർട്ട് എന്ന് പറയുന്നത് u ആണ്. u is equal to e റൈസ് ടു എക്സ് cos y. u is equal to e raised to x cos y. അനലൈറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? f of z is equal to
യു പ്ലസ് ഐ വി എന്ന് പറയുന്നതാണ് അനലിറ്റിക് ഫംഗ്ഷൻ. അതിനകത്ത് യു തരും, എന്നിട്ട് വി നമുക്ക് അറിയില്ല. വി എന്ന് പറയുന്നത് യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് അല്ലേ. വി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, ഇത് യു ആണ് നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള സാധനം, യു ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? വി ആണ്. ഓക്കെ, അപ്പോൾ വി കണ്ടുപിടിക്കാൻ നമുക്ക് സി ആർ ഇക്വേഷൻ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണെന്നറിയാം. ഓക്കെ ആണേ. ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണെന്നും അറിയാം. ഓക്കെ, യെസ്. യു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, കോസ് വൈ കോൺസ്റ്റന്റ്, ഇതാണ് വി വൈ. യു വൈ എന്ന് പറഞ്ഞാൽ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ്, കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ, ഇതാണ് മൈനസ് വി എക്സ്. മൈനസും മൈനസും ക്യാൻസൽ ആവും. ഇ റൈസ് ടു എക്സ് സൈൻ വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി എക്സ്. ശരിയാണേ. അതേപോലെ വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റൈസ് ടു എക്സ് കോസ് വൈ. ഇവിടുന്ന് വി കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ വൈ കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തേക്കുന്നത്. അത് അപ്പുറം പോകുമ്പോൾ വൈ കൊണ്ടുള്ള പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ആവും. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് വൈ ഡി വൈ എന്ന് വരും. ഡി വൈ വൈ കൊണ്ടുള്ള പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ആണ്. അവിടെ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. കോസ് വൈയുടെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ വൈ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു പ്ലസ് ഒരു കോൺസ്റ്റന്റ് കെ എന്ന് കൊടുക്കാം, കെ വൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ വി എക്സ് ആണ് എന്ത്? ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്ന് പറയുന്നത്. അവിടുന്ന് വി കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് കൊണ്ടുള്ള പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ഡി എക്സ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അപ്പുറത്ത് പോകുമ്പോൾ എക്സ് കൊണ്ടുള്ള പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ആവും. ഇനി നിങ്ങൾ നോക്കിയേ, അവിടെ സൈൻ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. പ്ലസ് കെ ടു നടക്കാം. ഇനി രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. വിക്ക് എനിക്ക് രണ്ട് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ ആയിട്ടുള്ള വി എഴുതുക അല്ലേ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനായിട്ട് ഇ റൈസ് ടു എക്സ് സൈൻ വൈ രണ്ടിടത്തും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആൻസർ എന്ത് മാത്രമേ വരുള്ളൂ? ഇ റൈസ് ടു എക്സ് സൈൻ വൈ മാത്രമേ വരുള്ളൂ. കെ വണ്ണും കെ ടും കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കെ എന്ന് കൊടുക്കാം. ഓക്കെ ആണേ. ഇനി ആ ഫംഗ്ഷനെ തന്നെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്നിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണേ, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. യുവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? യുവിന് പകരം റിയൽ പാർട്ട് ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു വിക്ക് പകരം ഇമാജിനറി പാർട്ട് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് കെയുടെ കാര്യം മറന്നു പോകരുത് കേട്ടോ. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മറക്കരുത്. ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? നമുക്ക് ഇ റൈസ് ടു എക്സ് പുറത്തെടുക്കാം. ഇ റൈസ് ടു എക്സ് പുറത്ത് വന്നാൽ ബാക്കി എന്താണ്? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ് പ്ലസ് കെ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഓയിലേഴ്സ് ഇക്വേഷൻ. നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തരുത്, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ നിർത്തരുത്. ഇത് ഒരിക്കലും ഓപ്ഷനകത്ത് ഇത് കാണത്തില്ല. നിങ്ങൾ വിചാരിക്കും യുവും വിയും കൊടുത്ത ഫംഗ്ഷൻ കിട്ടി സന്തോഷമായി, പക്ഷേ ഇത് ഒരിക്കലും ഓപ്ഷനകത്ത് കാണത്തില്ല. ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഓപ്ഷനകത്ത് ഉണ്ടാവുക കേട്ടോ. അത് മനസ്സിലാക്കി വെക്കണേ. ഫർദർ സിംപ്ലിഫൈ ചെയ്യുന്ന ആൻസർ ആയിരിക്കും ഓപ്ഷനകത്ത് ഉണ്ടാവുക. ഇതെന്താണ്? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ, ഓയിലേഴ്സ് ഇക്വേഷൻ. എന്താണ് ഓയിലേഴ്സ് ഇക്വേഷൻ? ഇ റൈസ് ടു ഐ വൈ ഇസ് ഈക്വൽ ടു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് പറയുന്നതാണ് ഓയിലേഴ്സ് ഇക്വേഷൻ. ഈ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈക്ക് പകരം ഇ റൈസ് ടു ഐ വൈ തിരിച്ചു കൊടുക്കുക, പ്ലസ് എന്താണ്? കെ. ഇനി എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താ? എ റൈസ് ടു എം പ്ലസ് എൻ ആണ് അല്ലേ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇതെന്ത് വരും? ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും, പ്ലസ് എന്താണ്? കെ. ഇ റൈസ് ടു എവിടെ എക്സ് പ്ലസ് ഐ വൈ കണ്ടാലും നമുക്ക് അതിന് എന്ത് കൊടുക്കാം? ഇസഡ് എന്ന് കൊടുക്കാം അല്ലേ. എവിടെ എക്സ് പ്ലസ് ഐ വൈ കണ്ടാലും അതിന് ഇസഡ് എന്ന് കൊടുക്കാം. സോ ഇ റൈസ് ടു ഇസഡ് പ്ലസ് കെ. സോ ദ അനലൈറ്റിക് ഫംഗ്ഷൻ ഈസ് ഇ റൈസ് ടു ഇസഡ് പ്ലസ് കെ. ഇതായിരിക്കും ഓപ്ഷനിലുള്ള ആൻസർ. അനലൈറ്റിക് ഫംഗ്ഷൻ എന്താണ്? ഇ റൈസ് ടു ഇസഡ് പ്ലസ് കെ ആണ് അനലൈറ്റിക് ഫംഗ്ഷൻ. ഓപ്ഷനിലുള്ള ആൻസർ ഇതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം പ്രൂവ് ദാറ്റ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് റിയൽ പാർട്ട് ഈസ് കോൺസ്റ്റന്റ്, പ്രൂവ് ദാറ്റ് ആൻ അനലൈറ്റിക് ഫംഗ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് ആർഗ്യുമെന്റ് ഈസ് കോൺസ്റ്റന്റ്, prove that an analytic function with a constant modulus is constant, prove that an analytic function with a constant real part is constant, sin z is analytic everywhere, cos z is analytic everywhere, e raised to z is analytic everywhere,
ഹാർമോണിക് ആവാനുള്ള കണ്ടീഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അതിനോടൊപ്പം തന്നെ റിയൽ പാർട്ട് തന്നു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. റിയൽ പാർട്ട് ഹാർമോണിക് ആണെങ്കിൽ ഇമാജിനറി പാർട്ടിനെ ആ ഹാർമോണിക് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയാം. ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ മാത്രമായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, മിൽനെ തോംസൺ മെത്തേഡ് എന്ന് പറയും. സിലബസിൽ എടുത്ത് പറയുന്നില്ല, എനിവേ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ആ ഒരു മെത്തേഡും കൂടെ പരിചയപ്പെടുത്തും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിൽനെ തോംസൺ മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇപ്പോൾ MCQയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ആദ്യമേ നമ്മൾ പതുക്കെ ചിലർ ചെയ്ത് ആദ്യമേ കയറി MCQ ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. ആദ്യമേ അതിൻ്റെ ബേസ് പഠിക്കണം. ടെക്സ്റ്റിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് തിയറി പഠിക്കണം. തിയറി പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കണം. ഇത്രയും കഴിഞ്ഞിട്ടേ എന്തിലേക്ക് കയറാവുള്ളൂ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഇത് പഠിക്കുമ്പോൾ വേണ്ട ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യും. ആ ഒരു ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടേ പോകാവുള്ളൂ. അങ്ങനെ നോക്കിയാൽ മാത്സ് എന്ന് പറയുന്ന പ്രശ്നമേ അല്ല. അല്ലാത്ത പക്ഷം മാത്സ് ഒരു കോംപ്ലിക്കേറ്റഡ് കക്ഷിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഹൈ ലെവലായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് കൂടി. ഓക്കെ, അപ്പം വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് MCQs ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് MCQ ഒക്കെ നോക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് കോച്ചീസ് റെസിഡ്യൂ തിയറം, കോച്ചീസ് ഇൻറ്റഗ്രൽ തിയറം ഒക്കെ വളരെ അടിപൊളിയായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. അവിടെ തന്നെ പോൾ എന്ന് പറയുന്നത് എന്താണ്, സീറോസ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ.